ദൃശ്യങ്ങളുണ്ട്. വിവിധ ആശുപത്രികളിലേക്ക് ആളുകളെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. 2 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിവരങ്ങൾ കൂടുതൽ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. കൂടുതൽ ആളുകൾക്ക് പരിക്കുണ്ട്. ഷാജഹാൻ നേരത്തെ പറഞ്ഞതുപോലെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന ആളുകളിൽ പലരും ഗുരുതരമായി പരിക്കേറ്റവരാണ്. എന്നും നിലവിളിയാണ്. കൂടുതൽ ആംബുലൻസുകൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു. കനത്ത മഴ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായിരുന്നു. എങ്കിലും നാട്ടുകാരും അഗ്നിശമന സേനാംഗങ്ങളും പോലീസുകാരും വിമാനത്താവള ജീവനക്കാരും ഒക്കെ ചേർന്ന് പരമാവധി വേഗത്തിൽ ആളുകളെ ആശുപത്രിയിൽ എത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. വിമാനം വലിയ താഴ്ചയിലേക്ക് മറിഞ്ഞുവെങ്കിലും 2 പിളർന്നുവെങ്കിലും തീ പിടിക്കാതിരുന്നത് വലിയ രക്ഷയായി. തീപിടുത്തം ഒഴിവായി. നേരത്തെ ഷാജഹാൻ പറഞ്ഞതുപോലെ ഈ മഴയിൽ പൊട്ടിത്തെറിക്കാതിരുന്നതാണോ, എന്തായാലും വലിയ അപകടം ഉണ്ടാകേണ്ടിയിരുന്നു. ആ അപകടം ഒഴിവായി. തീ പിടിച്ചിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ വലിയ ദുരന്തം ആയി അത് മാറുമായിരുന്നു. വിമാനം 2 പിളർന്നു. പൈലറ്റ് അടക്കം മരിച്ചു. കൂടുതൽ യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പലരുടെയും നില അതീവ ഗുരുതരമാണ്. അതിന്റെ വിവരങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. നേരത്തെ പലതവണ പറഞ്ഞതുപോലെ 4:45 ദുബായിൽ നിന്ന് പുറപ്പെട്ട വിമാനമാണ് 7:45 കരിപ്പൂരിൽ ഇറങ്ങിയത്. നല്ല മഴയുണ്ടായിരുന്നു. റൺവേയിൽ നിന്ന് വിമാനം തെന്നി മാറുകയായിരുന്നു. റൺവേയുടെ ഏതാണ്ട് അവസാനമെത്തി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. കോക്പിറ്റ് മുതൽ വിമാനം 2 കീറി. പൈലറ്റ് മരിച്ചു. മറ്റ് പല ആളുകൾക്കും ഗുരുതരമായി പരിക്കേറ്റു. യാത്രക്കാരനും മരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ക്യാബിൻ ക്രൂവിനടക്കം പരിക്കേറ്റിട്ടുണ്ട്. ചില ആളുകൾ അതേ വേഷത്തിൽ, ക്യാബിൻ ക്രൂവിന്റെ വേഷത്തിൽ ആശുപത്രിയിൽ എത്തുന്നതിൽ നിന്നാണ് അവരുടെയും പരിക്കിന്റെ വിവരം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. മറ്റ് ഒരുപാട് വിവരങ്ങൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും നാടിനെ നടുക്കിയ ഒരു ദുരന്തം കൂടി ഇന്നുണ്ടായിരിക്കുന്നു. നേരത്തെ രാജമലയിലെ ദുരന്ത വാർത്ത കേട്ടാണ് കേരളമെന്ന് ഉണർന്നത്. അവിടെ 17 മൃതദേഹങ്ങൾ കണ്ടെത്തി. 12 ആളുകളെ ജീവനോടെ ആശുപത്രിയിൽ എത്തിക്കാനായി. ഏതാണ്ട് 50ഓളം ആളുകൾ, 49 എന്ന് പറയുന്നു, അതിൽ കൂടുതലുണ്ടെന്ന് പറയുന്നു, ഇപ്പോഴും മണ്ണിനടിയിലുണ്ട്. ആ ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് കേരളം മോചിതമാകുന്നതിന് തൊട്ടു പിന്നാലെയാണ് കരിപ്പൂരിൽ നിന്ന് ഈ ദുരന്ത വാർത്ത വരുന്നത്. കരിപ്പൂരിൽ 7:45 അപകടം. വിമാനം റൺവേയിൽ നിന്ന് തെന്നി മാറി താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. നിരവധി യാത്രക്കാർക്ക് ഗുരുതരമായ പരിക്കുണ്ട്. ഷാജഹാൻ, അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ, പരിക്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ, ആശുപത്രിയിലെ വിവരങ്ങളൊക്കെ ഉണ്ടോ? ഇനി 2 പേരുടെ മൃതദേഹമാണ് ഇപ്പോൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലുള്ളത്. രണ്ടാമത്തെ ആൾ ഇപ്പോൾ അല്പം മുമ്പ് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ എത്തിച്ച ഉടനെ മരണപ്പെട്ടു. രാജീവൻ എന്നാണ് ഇയാളുടെ പേര്. അദ്ദേഹം കോഴിക്കോട് സ്വദേശിയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 മരണം, 2 പേരും യാത്രക്കാരാണ്. അപ്പോൾ ക്യാപ്റ്റന് പുറമെ മറ്റ് 2 പേർ കൂടി മരിച്ചിരിക്കുന്നത് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ. അപ്പോൾ മരണം 3 ആയിരിക്കുന്നു. വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണം ഇപ്പോൾ പറയാൻ. 3 മരണമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. നേരത്തെ പൈലറ്റിന്റെ മരണം സ്ഥിരീകരിച്ചിരുന്നു. രാജീവൻ എന്ന ഒരു യാത്രക്കാരന്റെ മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നു. മറ്റൊരു യാത്രക്കാരൻ കൂടി, അതും പുരുഷനാണ്, ആരാണെന്നറിയില്ല. പേരുവിവരങ്ങൾ ഇപ്പോൾ കൃത്യമായി മനസ്സിലാക്കാനാവുന്നില്ല. അങ്ങനെ 3 പേർ മരിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. കരിപ്പൂർ അപകടത്തിൽ 3 മരണം. രാജീവൻ കടലൂർ സ്വദേശി. സ്വദേശി കടലൂർ കോക്കല്ലൂർ. വിനു പറഞ്ഞോളൂ ഷാജഹാൻ. കോക്കല്ലൂർ സ്വദേശി രാജീവനാണ് ഇപ്പോൾ മരിച്ചതായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. കോക്കല്ലൂർ സ്വദേശി രാജീവൻ, അദ്ദേഹം കോഴിക്കോടിന്റെ പരിസരത്തുള്ള കോക്കല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന ആളാണ്. കോക്കല്ലൂർ സ്വദേശി രാജീവൻ. അപ്പൊ ഇവിടെ പ്രവേശിപ്പിച്ചിരിക്കുന്ന പരിക്ക് ഷറഫുദ്ദീൻ എന്നൊരാളുടെ മരണമാണ് മറ്റൊന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഷറഫുദ്ദീൻ, ഇദ്ദേഹം പിലാശ്ശേരി സ്വദേശിയാണ്. കണ്ണൂരിലെ പിലാശ്ശേരി സ്വദേശി ഷറഫുദ്ദീൻ. ഒപ്പം തന്നെ രാജീവൻ. ഈ 2 പേരാണ് ഇപ്പോൾ മരിച്ചതായി ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ പരിക്കേറ്റ് ഒരു ജമീല, ഒപ്പം തന്നെ നസീല, ശില്പ ക്രാഡ്കെ, അത് ക്യാബിൻ ക്രൂ ആണ്. ശില്പ ക്രാഡ്കെ എന്ന് പറയുന്ന ഒരു ക്യാബിൻ ക്രൂ ഉണ്ട്. സുലേഖ, 65-കാരി സുലേഖ, ഒപ്പം തന്നെ റിയാസ്, ഇവരാണ് മരിച്ചിരിക്കുന്നത്. ഇതിൽ സുലേഖ കോട്ടക്കൽ സ്വദേശിയാണ്.
പറവൂർ സ്വദേശിയായ രാജീവൻ കൂടലൂർ സ്വദേശിയാണ്. കോട്ടക്കൽ പറവൂർ എന്നാണ് എഴുതിയിരിക്കുന്നത്. റിയാസ് ഓമശ്ശേരി സ്വദേശി റിയാസിനും പരിക്കേറ്റിട്ടുണ്ട്. നിഖിൽ 26 വയസ്സ് ഇത് പരിക്കേറ്റ ആളാണ്. ശില്പ കാർക്കെ ഇത് ക്യാബിൻ ക്രൂ ആണ്. നഫീല 27 വയസ്സ്. അപ്പൊ തന്നെ ജമീമ 53 വയസ്സ്. ഇവർ മലാപ്പറമ്പ് സ്വദേശിയാണ്. ഷഹർബാൻ 27 വയസ്സ്. ഇത്രയും പേരാണ് പരിക്കേറ്റിരിക്കുന്നത്. രാജീവൻ ചെറിക്കപ്പറമ്പിലാണ്. കോഴിക്കോട് കോക്കല്ലൂർ സ്വദേശിയാണ്. കോഴിക്കോട് ബാലുശ്ശേരിക്ക് അടുത്തുള്ള പ്രദേശമാണ് ഈ കോക്കല്ലൂർ. അപ്പോൾ 2 മരണങ്ങളാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഷറഫുദ്ദീൻ എന്നയാൾ അദ്ദേഹത്തിന്റെ സ്വദേശം പിലാശ്ശേരിയാണ്. കണ്ണൂരായിരിക്കും നമുക്ക് സ്വാഭാവികമായിട്ടും കണ്ണൂരാണ് പിലാശ്ശേരി ഉള്ളത്. കണ്ണൂർ സ്വദേശിയായ ഷറഫുദ്ദീനും ഒപ്പം തന്നെ രാജീവൻ കോഴിക്കോട് കോക്കല്ലൂർ സ്വദേശിയായ രാജീവൻ 2 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. അങ്ങനെ 2 പേരുടെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. രാജീവൻ, അതുപോലെ ഷറഫുദ്ദീൻ. കണ്ണൂർ സ്വദേശി ഷറഫുദ്ദീൻ, കോഴിക്കോട് സ്വദേശി രാജീവൻ. ഈ 2 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. അങ്ങനെ ക്യാപ്റ്റൻ ഉൾപ്പെടെ 3 പേർ മരിച്ചുവെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. 3 മരണമാണ് സ്ഥിരീകരിക്കാനായത്. നിരവധി ആളുകൾക്ക് ഗുരുതരമായ പരിക്കുണ്ട്. രാജീവൻ കോഴിക്കോട് സ്വദേശി, ഷറഫുദ്ദീൻ കണ്ണൂർ സ്വദേശി. ഈ 2 ആളുകളുടെ മരിച്ചവരുടെ എണ്ണം 5 ആണ്. 2 പുരുഷന്മാർ, അതുപോലെ തന്നെ 2 സ്ത്രീകൾ, ഒരു കുട്ടി. രാജേഷ്, ഇവരുടെ ഒരു പേര് വിവരങ്ങൾ നമുക്ക് എപ്പോഴത്തേക്ക് ഏകദേശം അറിയാൻ കഴിയും? അവിടുത്തെ ഒരു സ്ഥിതി എനിക്ക് അറിയില്ല, എന്നാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? മരിച്ചവരുടെ പേര് വിവരങ്ങൾ നമുക്ക് എപ്പോഴത്തേക്ക് അറിയാൻ കഴിയുമെന്നാണ് രാജേഷ് കരുതുന്നത്? എനിക്കിപ്പോ ആശുപത്രിയിലെ ഒരു സ്ഥിതി അറിയില്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. നമുക്ക് അല്പസമയത്തിനകം തന്നെ അത് കിട്ടാനുള്ള വഴിയുണ്ടോ? ആശുപത്രികളിൽ ഇവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. മുഴുവൻ യാത്രക്കാരെയും, അതായത് അപകട സ്ഥലത്തുനിന്ന് മുഴുവൻ പേരെയും ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് ആശുപത്രികളിലേക്ക് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി ടി വി പ്രസാദ് ഇപ്പോൾ ചേരുന്നുണ്ട്. പ്രസാദ്, ഈ അപകടം നടന്ന് പ്രസാദ് അപകട സ്ഥലത്തെത്തിയിരുന്നു. അവിടെ നിന്നുള്ള കാഴ്ചകൾ നമ്മൾ നേരത്തെ കുറച്ച് സമയം കൊണ്ട് പ്രേക്ഷകരെ കാണിക്കുന്നുമുണ്ട്. പ്രസാദ്, എങ്ങനെയാണ് ഈ അപകടത്തിന്റെ ഒരു പൊതുചിത്രം ഈ മണിക്കൂറിൽ ആളുകളോട് പറയാൻ കഴിയുക? പ്രസാദ് കേൾക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ പ്രവർത്തനം തുടരുകയാണ്. പക്ഷേ ഇതിനെ ഇനിയിപ്പോൾ ആരെയും ചോദിക്കാനില്ല എന്നൊരു വിവരമാണ് പറഞ്ഞത്. അത് സംബന്ധിച്ചുള്ള ഇതുവരെയും പോയിട്ടില്ല. കാരണം ബഹുമാനം പകർന്നു കിടക്കുകയാണ്. ഞങ്ങളെ പുറംതിരിക്കുകയാണ്. ഇതിലെ കാര്യങ്ങൾ കുറിച്ച് ചില സാങ്കേതിക തകരാറുകളുണ്ട്. പ്രതിനിധി ടി വി പ്രസാദാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ പ്രദേശത്ത് കനത്ത മഴ തുടരുന്നൊരു സാഹചര്യമാണുള്ളത്. മൊബൈലിന്റെ നെറ്റ്വർക്കുകളൊക്കെ പലപ്പോഴും പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ പ്രസാദ് പറഞ്ഞത് വ്യക്തമായി കേട്ടില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് ടി വി പ്രസാദ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെയാണ് ഇപ്പോൾ ഫോണിലൂടെ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇനിയും ആളുകളെ അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റാനുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതായത് ഈ അപകടം നടന്ന് അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം വലുതായിരുന്നു, വിമാനം 2ആയി പിളരുന്നൊരു സാഹചര്യം, താഴ്ചയിലേക്ക് വീണാണ് വിമാനം തകർന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി വിമാനത്തിൽ നിന്ന് ആളുകളെ പുറത്ത് എടുത്ത് ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ട സ്വാഭാവികമായ കാലതാമസം. വി മുരളീധരൻ കേന്ദ്രമന്ത്രി സംസാരിക്കുന്നു. വിമാനത്താവളത്തിന് തൊട്ടടുത്തുള്ള താഴ്വരയിലേക്ക് ഏതാണ്ട് മൂക്കുകുത്തി വീഴുന്ന രീതിയിൽ അപകടത്തിൽപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. 10-ലധികം പേർ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് അറിയുന്നു. പ്രധാനമന്ത്രി അല്പം മുമ്പ് സംസ്ഥാന മുഖ്യമന്ത്രിയുമായിട്ടും അതോടൊപ്പം എന്നോടും സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ആ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള നിർദ്ദേശവും അദ്ദേഹം നൽകിയിട്ടുണ്ട്.
कालीकट एयरपोर्ट में अभी कुछ समय पहले दुबई से जो विमान കാലിക്കറ്റ് के लिए आ रहा था. കേന്ദ്ര സഹമന്ത്രി ബി മുരളീധരനാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഇപ്പോൾ ഉണ്ടായ വിമാന ദുരന്തത്തെ കുറിച്ചും ആണ് ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഷാജഹാൻ നമുക്കൊപ്പം ചെയ്യുന്നുണ്ട് പുതിയ വിവരങ്ങൾ. അതിനുമുമ്പ് ANI വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച്, ഞങ്ങളുടെ പ്രതിനിധികൾ തരുന്ന വിവരങ്ങൾ അനുസരിച്ച് സ്ഥിരീകരിക്കപ്പെട്ടത് 11 മരണമെന്നാണ്. പക്ഷേ ANI 14 മരണവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും മരണസംഖ്യ ഉയരുകയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഷാജഹാൻ വീണ്ടും ചേരുന്നുണ്ട്. ഷാജഹാനിൽ പുതിയ വിവരങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഷാജഹാൻ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? രജനി, 2 മരണങ്ങൾ കൂടി നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നേരത്തെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാതിരുന്ന ക്യാപ്റ്റന്റെ മരണം, ക്യാപ്റ്റന്റെ പേര് ദീപക് കുമാർ സാത്തെ, അദ്ദേഹവും ഒപ്പം തന്നെ ഒരു ചെറിയ കുട്ടിയും, അൽമ എന്നാണ് ഈ കുട്ടിയുടെ പേര്, ഈ കുട്ടിയും മിംസ് ആശുപത്രിയിൽ മരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ മരണം നമ്മുടെ നമുക്ക് ഔദ്യോഗിക വിവരങ്ങൾ അനുസരിച്ച് 13 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒരാൾ കൂടി മരിച്ചതായി വിവരമുണ്ട്. അവരുടെ പേര് വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ 14 പേർ മരിച്ചു എന്ന് വേണമെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാം. പക്ഷെ മരണസംഖ്യ ഇനിയും കൂടിയേക്കുമെന്നുള്ളൊരു സൂചനയാണ് ഉള്ളത്. പ്രത്യേകിച്ച് കുട്ടികളുടെ എണ്ണം ആദ്യം പറഞ്ഞതിലും കൂടുതലുണ്ടായിരുന്നു. മാത്രമല്ല, ഇവിടെ ആശുപത്രികളിൽ എത്തിയത് മുഴുവൻ പരിക്കേറ്റ് സംസാരിക്കാനും പറ്റുന്ന അവസ്ഥയിലുള്ള ആളുകളെയാണ് കൂടുതൽ എത്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇനി ആദ്യം എത്തിയ ആശുപത്രിയിൽ കൂടുതൽ പേർ അവിടെ മരണാസന്നരായി ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഇനിയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ 13 പേരുടെ മരണം നമുക്ക് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു. ഒരാൾ കൂടി മരിച്ചതായി അറിയാൻ കഴിയും. അങ്ങനെ 14 പേരായിരിക്കും ഈ മരണം. ക്യാപ്റ്റന്റെയും സഹ ക്യാപ്റ്റന്റെയും അഖിലേഷ് കുമാർ, ഒപ്പം തന്നെ സാത്തെ, ഈ 2 പേരുടെയും മരണമാണ് സ്ഥിരീകരിച്ചത്. ദീപക് കുമാർ സാത്തെ, ഈ 2 പേരുടെയും മരണമാണ് സ്ഥിരീകരിക്കുന്നത്. പൈലറ്റ് മരിച്ചതായി നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. സഹ പൈലറ്റിന്റെ നില ഗുരുതരമായിരുന്നു. അദ്ദേഹത്തിന്റെ മരണവും സ്ഥിരീകരിച്ചിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ 13 പേരുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. 14 പേർ മരിച്ചു എന്നാണ് ഔദ്യോഗികമായി അറിയാൻ കഴിയുന്നത്. ഷാജഹാൻ വ്യക്തതയ്ക്ക് 11 യാത്രക്കാർ, പൈലറ്റ്, സഹ പൈലറ്റ്, അങ്ങനെ 13 മരണം. അതെ, അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. ഒരു മരണം കൂടി ഉള്ളതായിട്ട് അറിയുന്നുണ്ട്. പക്ഷെ ആ മൃതദേഹം എവിടെയാണെന്ന് നമുക്ക് കൃത്യമായി അറിയില്ല. ഏതായാലും 14 പേർ മരിച്ചു എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി നമുക്ക് പറയാൻ കഴിയുക. മനസ്സിലായി. ഷാജഹാൻ, ഈ മൊബൈൽ നെറ്റ്വർക്ക് പ്രശ്നം കൊണ്ട് നേരത്തെ പ്രസാദ് പറഞ്ഞ ചില കാര്യങ്ങൾ വ്യക്തമായിരുന്നില്ല. പക്ഷേ പ്രസാദ് ഒന്ന് പറഞ്ഞിരുന്നു, ഈ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്നൊരു സാഹചര്യമാണെന്ന്. അങ്ങനെയെങ്കിൽ ഈ അപകട സ്ഥലത്തുനിന്ന് ഇനിയും ആളുകളെ ആശുപത്രിയിലേക്ക് എത്തിക്കാനുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ആ വിശദാംശങ്ങൾ ലഭ്യമല്ല. ഏതായാലും അവിടെ ഒരു ദുർഘടമായ ഏരിയയാണ്. കാരണം ഇത്രയും ഉയരത്തിൽ അന്ന് താഴോട്ട് വീഴുന്നത് മാത്രമല്ല, ആ പ്രദേശത്തേക്ക് സാധാരണഗതിയിൽ അതിന് വളരെ ദൂരെയാണ് ജനവാസ കേന്ദ്രം. ഏതാണ്ട് 500 മീറ്റർ 1 കിലോമീറ്റർ ദൂരെയാണ് ജനവാസ കേന്ദ്രം. അവിടേക്ക് എത്തിപ്പെടാൻ പോലും വേലിയും മറ്റും വെച്ച് അടച്ചിട്ടും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ആദ്യഘട്ടത്തിൽ എത്താൻ തന്നെ കുറച്ച് വൈകിയിട്ടുണ്ട്. പിന്നീട് മറ്റ് തരത്തിൽ, അതായത് ഈ വിമാനം ഇത്രയും ഉയരത്തിൽ നിന്ന് വീഴുമ്പോഴുണ്ടാകുന്ന കേടുപാട്, അല്ലെങ്കിൽ അതിന്റെ ഫ്രെയിം ഒക്കെ ഇത്ര വളഞ്ഞിട്ട് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകളെയും കൂടെ അവസാനം ഒരുപക്ഷെ ഇനിയും വിമാനത്തിനകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ടോ ആളുകൾ എന്നുള്ള സംശയമൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോഴും അതിനകത്ത് ഇത്തരത്തിലുള്ള തിരച്ചിൽ തുടരുകയാണ്. മാത്രമല്ല, ആദ്യഘട്ടത്തിൽ ദൃക്സാക്ഷികൾ പറഞ്ഞത് 130ഓളം പേർ എന്ന് മാത്രമാണ്. അതായത് അവർ ആദ്യം രക്ഷപ്പെടുത്തിയ ആളുകളുടെ കണക്കാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും വീണ്ടും 50 പേർ അതിനകത്ത് ബാക്കിയുണ്ടായിരുന്നു എന്നാണ് അർത്ഥം. ഏതായാലും അങ്ങനെ 130 എന്നാണ് ആദ്യം നമ്മൾ സംസാരിച്ചപ്പോൾ എയർപോർട്ടിലെ റേഡിയോയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞത്. അങ്ങനെ ആ 130ഓളം പേരുടെ കണക്കാണ് ആദ്യം ദൃക്സാക്ഷികൾക്കും രക്ഷാപ്രവർത്തകർക്കും ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും കൂടുതൽ പേർ വിമാനത്തിനകത്ത് അപ്പോൾ അവശേഷിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഇപ്പോൾ 190 പേർ എന്നുള്ള ഒരു സ്ഥിരീകരണം വന്ന സ്ഥിതിക്ക് കൂടുതൽ പേർ അവിടെ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും പക്ഷേ ഇതിനകം തന്നെ അവർ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിരിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഇപ്പോൾ ആശുപത്രികളിലായി ഏതാണ്ട് 100ഓളം പേർ കോഴിക്കോട്ടെ ആശുപത്രികളിൽ തന്നെ എത്തിക്കഴിഞ്ഞു. കോഴിക്കോട്ടെ 2 സ്വകാര്യ ആശുപത്രികൾ, ബീച്ച് ആശുപത്രി, ഒപ്പം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലായി 100 പേരെ എത്തിച്ചു കഴിഞ്ഞു. റിലീഫ് ആശുപത്രിയിലും കുറേയേറെ പേരുണ്ട്. പക്ഷെ റിലീഫ് ആശുപത്രിയിൽ എത്തിയ ആളുകളെ പലരെയും പിന്നീട് മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റിയതുകൊണ്ട് അവിടുത്തെ കൃത്യമായ എണ്ണം നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. ഓക്കെ, 123 പേർക്ക് പരിക്കേറ്റു, 15 പേരുടെ നില ഗുരുതരം എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, 15 പേരുടെ നില ഗുരുതരം എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ANI റിപ്പോർട്ട് ചെയ്യുന്നത് 14 മരണമാണ്. 14 മരണം, 15 പേർക്ക് ഗുരുതര പരിക്ക് എന്നുള്ളതാണ് ANI റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ ആരോഗ്യമന്ത്രി KK ശൈലജ നമ്മളോട് സ്ഥിരീകരിച്ചത് 11 മരണം എന്നുള്ളതാണ്. എന്തായാലും
ഈ വലിയൊരു വിമാന അപകടമാണ് ഉണ്ടായത്. ഇന്ന് രാത്രി 7:50 190 യാത്രക്കാരുമായി ദുബായിൽ നിന്ന് കരിപ്പൂരിൽ പറന്നിറങ്ങിയ വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറി 30 അടി താഴ്ചയിലേക്ക് പതിക്കുകയും വിമാനം രണ്ടായി പിളരുകയും ചെയ്തത്. വലിയൊരു അപകടമാണ് ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ANI ഉൾപ്പെടെയുള്ള വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് 14 മരണമാണ്. 11 പേർ മരിച്ചു എന്നാണ് ആരോഗ്യമന്ത്രി നേരത്തെ KK ശൈലജ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞത്. പക്ഷേ സ്വാഭാവികമായും പുതിയ കണക്കുകളൊക്കെ പുറത്തു വരുന്നതേയുള്ളൂ. ഇപ്പോൾ ഷാജഹാൻ പറഞ്ഞതുപോലെ തന്നെ പൈലറ്റിന്റെയും സഹ പൈലറ്റിന്റെയും മരണം കൂടി സ്ഥിരീകരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കണക്ക് 13 മരണമാണ്. എന്തായാലും 15 പേർ ഗുരുതരമായി പരിക്കേറ്റ് വിവിധ ആശുപത്രികളിൽ ഇപ്പോൾ ഉണ്ട് എന്നാണ്. 123 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ ഇതിൽ 15 പേരുടെ നിലയാണ് അതീവ ഗുരുതരം എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. TV പ്രസാദ് ഇപ്പോഴുണ്ട്. പ്രസാദ്, എന്താണ് പ്രസാദിന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? രജനി, ഞാനിപ്പോൾ നിൽക്കുന്നത് വിമാനം തകർന്നു കിടക്കുന്ന റൺവേയുടെ തൊട്ടു മുന്നിലാണ്. ഇവിടെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. അല്പസമയം മുമ്പ് വരെ ഇവിടെയുള്ള പുറത്തുള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞത് 4 പേര് മാത്രമേ ഇനി പുറത്തെത്തിക്കാനുള്ളൂ എന്നുള്ളതാണ്. അല്പസമയം മുമ്പ് പറഞ്ഞത് മുഴുവൻ ആളുകളെയും പുറത്തെത്തിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം അവർ നൽകുന്നുമില്ല. കാരണം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വിമാനം രണ്ടായി പിളർന്ന് മതിലിടിച്ച് തകർന്നു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. വിവിധ ആശുപത്രികളിൽ നിന്നുള്ള പട്ടിക വന്ന് അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായാൽ മാത്രമേ രക്ഷാപ്രവർത്തനം, അതായത് കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ പുറത്തിറക്കുന്ന ഒരു പ്രവർത്തനം നിർത്തിവെപ്പിക്കാൻ കഴിയൂ. വളരെ സജീവമായി ഇപ്പോഴും ഇവിടെ പ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഈ കോഴിക്കോട്, മലപ്പുറം ജില്ലകളുടെ എല്ലാ ഭാഗത്തു നിന്നും ഏതാണ്ട് എല്ലാ ആംബുലൻസുകളും ഇവിടെ എത്തിയെന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ ഫയർഫോഴ്സ് യൂണിറ്റുകളും പോലീസും എല്ലാ സംവിധാനവും ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. അത്രയും ശക്തമായ നിലയിലാണ് ഇവിടെ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഈ സംഭവം നടന്ന ഉടനെ ഇവിടെ എത്തിച്ചേർന്ന ആളുകളുമായി നമ്മൾ സംസാരിച്ചു. സമീപവാസികൾ മുഴുവൻ പറയുന്നത് വലിയ ശബ്ദമായിരുന്നു എന്നാണ്. വലിയ ശബ്ദത്തോടു കൂടി നിലംപതിക്കുകയായിരുന്നു. അതായത് കനത്ത മഴയായിരുന്നു ആ സമയത്ത്. 7 മണിക്കും 7:30ക്കും 8 മണിക്കും ഇടയിൽ എന്നാണ് സമീപവാസികളെല്ലാം പറയുന്നത്. മഴയായിട്ട് കൂടി വലിയ ശബ്ദത്തോടു കൂടിയാണ് ഇത് പതിച്ചത് എന്നാണ് ദൃക്സാക്ഷികളെല്ലാം പറയുന്നത്. അവർ അപ്പോൾ തന്നെ മതില് തകർന്ന ഈ വിമാനത്തിന്റെ ഇടയിലൂടെയാണ് അകത്തേക്ക് ചാടിക്കയറിയത്. എല്ലാവരും ചാടിക്കയറുമ്പോൾ നിലവിളികളായിരുന്നു. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ നിലവിളിക്കുന്നു. ചിലർ ഈ തകർന്ന വിമാനത്തിന്റെ ഇടയിലൂടെ പുറത്തേക്ക് വീണിട്ടുണ്ട്. ചില ആളുകൾ വലിയ പോലെ പരിക്കേൽക്കാത്തവർ പുറത്തുനിന്ന് നിലവിളിക്കുന്നുണ്ട്. അങ്ങനെ നാട്ടുകാർ ആദ്യം ഓടിയെത്തുമ്പോൾ ദാരുണമായ രംഗമായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീടാണ് CSF, പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം എത്തിത്തുടങ്ങിയത്. അപ്പോഴേക്കും നാട്ടുകാർ രക്ഷാപ്രവർത്തനം തുടങ്ങിയിരുന്നു. ഈ എയർപോർട്ടിന്റെ പ്രധാന ഗേറ്റിൽ നിന്ന് ഒരുപാട് ദൂരെ മാറിയാണ് ഇത് എന്നുള്ളത് കൊണ്ടാണ് വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായത്. മാത്രമല്ല കൂരാക്കൂരിട്ട് കനത്ത മഴ എല്ലാം രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാവുകയും ചെയ്തു. ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ തുടക്കം മുതലെത്തിയ ആളുകൾ പറയുന്നത് അവർ എടുക്കുമ്പോൾ തന്നെ ചില ശരീരങ്ങൾക്ക് ജീവൻ ഉണ്ടായിരുന്നില്ല എന്ന് ചില ആളുകൾ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശരീരഭാഗങ്ങളിൽ ചിലത് തുടരുതെന്ന് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ടായിരുന്നു എന്ന് ചില രക്ഷാപ്രവർത്തന നേതൃത്വം നൽകിയവർ പറയുന്നു. കാരണം ആദ്യം സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്കറിയാവുന്നതുപോലെ നാട്ടുകാർ വെറും കൈയോടെ വന്ന് രക്ഷാപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചതാണ്. ആ സമയത്ത് സ്ട്രക്ചറുകളോ മറ്റു വാഹനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കുടുങ്ങിക്കിടക്കുന്നവരെ എങ്ങനെയെങ്കിലും പുറത്തെത്തിക്കുക എന്ന ശ്രമമായിരുന്നു നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. എന്തായാലും സംഭവം നടന്ന് അരമണിക്കൂറിനുള്ളിൽ തന്നെ രക്ഷാപ്രവർത്തനം അതിന്റെ പൂർണ്ണമായ തോതിൽ നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരുപക്ഷെ മരണസംഖ്യ ഇത്രയേറെ കുറയാനുള്ള ഒരു കാരണം എന്നുള്ളത്. മാത്രമല്ല ഈ പ്രദേശത്തേക്കുള്ള മുഴുവൻ വഴികളും ക്ലിയർ ചെയ്ത് എല്ലാ ആംബുലൻസുകളും കൃത്യമായി വളരെ വേഗം കടത്തിവിടുന്ന രീതിയിലുള്ള സംവിധാനം ഉണ്ടാക്കി. തൊട്ടടുത്ത ആശുപത്രികളെല്ലാം അതിനുവേണ്ടി തയ്യാറായി നിന്നു. ഈ വിമാന ദുരന്തം ആദ്യം നമ്മൾ റിപ്പോർട്ട് ചെയ്തത് റൺവേയിൽ നിന്ന് തെന്നിമാറി എന്നത് മാത്രമാണ്. ചിലർക്ക് പരിക്കേറ്റു, അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു എന്ന വിവരം മാത്രമാണ് ആദ്യം ഉണ്ടായത്. ആ സമയത്ത് വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറി രണ്ടായി പിളർന്നു
എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നില്ല. പക്ഷേ പുക ഉയരുന്നുണ്ടായിരുന്നു എന്നൊരു വിവരമാണ് ആദ്യം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷമാണ് ഇതിന്റെ ഒരു ഭീകരത നമ്മൾക്ക് മനസ്സിലാകുന്നത്. 9 മണി കഴിയുന്നതോടുകൂടി 9:00 തന്നെ നമ്മൾ ഈ വിമാന അപകടം നടന്ന സ്ഥലത്ത്, അതായത് വിമാനത്തിന്റെ മുന്നിൽ നമുക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞു. അപ്പോഴാണ് കൃത്യമായ ഇതിന്റെ ഒരു വിവരം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. നമ്മൾ നേരത്തെ വിചാരിച്ചതുപോലെയുള്ള ചെറിയ ഒരു അപകടമായിരുന്നില്ല, വലിയ ഒരു വിമാന അപകടമാണ് ഇവിടെ സംഭവിച്ചത്. നിരവധി പേർക്കാണ് ജീവഹാനി ഉണ്ടായത്, ഗുരുതരമായി. എപ്പോഴാണ് ഈ അപകടം നടന്നത്, എന്താണ് ഈ അപകടം നടന്നപ്പോൾ സംഭവിച്ചത് എന്നുള്ള വിശദ വിവരങ്ങളാണ് TV പ്രസാദ് ഇപ്പോൾ നമ്മളുമായി പങ്കുവച്ചത്. എന്തായാലും രക്ഷാപ്രവർത്തനം അവസാനിച്ചിരിക്കുന്നു എന്നുള്ള വിവരം വരുന്നുണ്ട്. രക്ഷാപ്രവർത്തനം അവസാനിച്ചിരിക്കുന്നു. വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. 123 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 15 പേരുടെ നില അതീവ ഗുരുതരം എന്നുള്ള വാർത്ത വരുന്നു. ANI റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം 13 മരണമാണെങ്കിൽ PRD 14 മരണമാണ് ഇപ്പോൾ. 16 മരണമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ANI 14 മരണം റിപ്പോർട്ട് ചെയ്യുന്നു. PRD 16 മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും പൈലറ്റും സഹ പൈലറ്റും മരിച്ചു. ക്യാപ്റ്റൻ GV സാത്തയും ക്യാപ്റ്റൻ അഖിലേഷുമായിരുന്നു പൈലറ്റും സഹ പൈലറ്റും. വളരെ പരിചയസമ്പന്നനായ പൈലറ്റ് കൂടിയായിരുന്നു. 30 വർഷത്തോളം പരിചയസമ്പന്നതയുള്ള പൈലറ്റ് കൂടിയായിരുന്നു ക്യാപ്റ്റൻ GV സാത്തെ. എന്തായാലും റൺവേയിൽ വിമാനം ഇറങ്ങുമ്പോൾ കനത്ത മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ റൺവേ വ്യക്തമായി കാണാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നുമാണ് വരുന്ന പ്രാഥമിക വിവരങ്ങൾ. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിവരങ്ങളുമായി നമുക്കൊപ്പം പ്രശാന്ത് നിലമ്പൂർ കൂടി ഈ മണിക്കൂറിൽ ചേരുന്നുണ്ട്. പ്രശാന്ത്, എന്താണ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്? മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 15 പേരെയാണ് വിമാനാപകടത്തിൽ പരിക്കേറ്റ 15 പേരെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ 7 പേർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലും അതുപോലെ തന്നെ മഞ്ചേരിയിലെ തന്നെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലും കൊരമ്പയിൽ ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇവർക്കെല്ലാവർക്കും 7 പേർക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവരുടെ 2 പേരുടെ നില ഗുരുതരമാണെന്ന് തന്നെ പറയാം. ഇസ്മായിൽ, അതുപോലെ തന്നെ ഉണ്ണി, രവിശങ്കർ, താര, അബ്ദുൽ കബീർ, അബ്ദുറഹിമാൻ, ഫായിസ്, മൊയ്തീൻ കുട്ടി, നദീറ, ഹംദൻ, ഹാദിയ, പ്രശാന്ത്, ഫർദാൻ, ഷഫീഖ് എന്നിങ്ങനെ 15 പേരെയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇവരിൽ 7 പേരെ സമീപത്തെ സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോഴും ആംബുലൻസ് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നാട്ടുകാരും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരും ഒക്കെ തന്നെ ഈ രോഗി അടിയന്തരമായി ഇവർക്ക് ചികിത്സ നൽകുന്നതിനും അതുപോലെ ഇതൊരു കോവിഡ് കെയർ ആശുപത്രി കൂടിയാണ് ഇതിന്റെ ഒരു മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ ഒരു ഭാഗം. അതുകൊണ്ട് തന്നെ മറ്റ് സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും ഒക്കെ തന്നെ വലിയ തോതിലുള്ള സഹായ സഹകരണവുമായി ആശുപത്രിയിലുണ്ട്. എത്ര പേരുടെ പരിക്ക് ഗുരുതരമാണ്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും അവിടെ പ്രവേശിപ്പിച്ച ആരുടെയെങ്കിലും പരിക്ക് ഗുരുതരമാണോ പ്രശാന്ത്? അങ്ങനെയുള്ള വിവരങ്ങൾ നൽകാറുണ്ടോ? ഇവിടെ പ്രവേശിപ്പിച്ചതിൽ 15 പേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നതിൽ 7 പേർക്ക് സാരമായി പരിക്കുണ്ട്. അതിൽ 2 പേരുടെ നില ഗുരുതരം തന്നെയാണ്. പലർക്കും കാലിന്റെയും മറ്റും അതുപോലെ തന്നെ എല്ല് പൊട്ടിയുള്ള ഗുരുതരാവസ്ഥയുണ്ട്. ചിലർക്കൊക്കെ മുഖത്ത്, തലയ്ക്ക് ഗുരുതരമായ പരിക്കുണ്ട്. ഇടിയുടെ ആഘാതത്തിൽ പലർക്കും വലിയ തോതിലുള്ള പരിക്കുള്ള 7 പേരുണ്ട്. അതിൽ തന്നെ 2 പേരുടെ നില ഗുരുതരവുമാണ്. ഇവരെ പെരിന്തൽമണ്ണയിലെ മൗലാന ആശുപത്രി, അതുപോലെ തന്നെ അൽഷിഫ ആശുപത്രി, മഞ്ചേരിയിലെ തന്നെ കൊരമ്പയിൽ ആശുപത്രി എന്നിങ്ങനെ 3 ആശുപത്രികളിലേക്കാക്കി ഇവിടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം മറ്റ് കൂടുതൽ ചികിത്സാ സൗകര്യങ്ങളുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നാണ് പ്രശാന്ത് നിലമ്പൂർ വിവരങ്ങൾ നൽകിയത്. ഷാജഹാനിലേക്ക് പോവുകയാണ്. ഷാജഹാൻ, PRD കണക്ക് പ്രകാരം 16 മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങളായി ഷാജഹാൻ നൽകാനുള്ളത്? ഷാജഹാൻ, കേൾക്കാമോ? ഷാജഹാൻ, കേൾക്കാമോ? കേൾക്കാം. ചോദ്യം ആവർത്തിക്കാമോ? ഈ 16 മരണം PRD കണക്ക് പ്രകാരം 16 മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഷാജഹാൻ, എന്താണ് പുതിയ വിവരങ്ങൾ നൽകാനുള്ളത്? ഈ 16 മരണങ്ങളുടെ പേര് വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല. ഏതായാലും ക്യാപ്റ്റൻ ഒപ്പം തന്നെ സഹ ക്യാപ്റ്റൻ എന്നിവർ മരിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ കോഴിക്കോട് 2 സ്വകാര്യ ആശുപത്രികളിലായാണ് ഈ ക്യാപ്റ്റന്റെയും സഹ ക്യാപ്റ്റന്റെയും മൃതദേഹങ്ങൾ കോഴിക്കോട്ടെ മിംസ് ആശുപത്രിയിലാണുള്ളത്. ഒപ്പം തന്നെ അവിടെ ഒരു 3 വയസ്സുകാരി അൽമ എന്നു പേരുള്ള ഒരു പെൺകുട്ടിയും അവിടെ മരിച്ചിട്ടുണ്ട്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ 2 മൃതദേഹങ്ങളാണ് ഉള്ളത്. ഇത് കോഴിക്കോട് സ്വദേശികളായ രാജീവിന്റെയും ഷറഫുദ്ദീന്റെയും മൃതദേഹങ്ങളാണ് ഉള്ളത്. അങ്ങനെ ഈ സ്വകാര്യ ആശുപത്രിയിൽ 5 പേർ മരിച്ചിരിക്കുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് മറ്റ് 5 പേരുടെ മൃതദേഹങ്ങളുള്ളതായി പറയുന്നത്. ബാക്കിയുള്ളവരുടെ പേര് വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല. ഏതായാലും മരണസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കോഴിക്കോട്ടെ
സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നതിൽ ഏതാണ്ട് 25ഓളം പേർക്ക് സാരമായ പരിക്കുകൾ. ഇതിൽ 6 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷാജഹാനാണ് ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങളാണ് ഷാജഹാൻ നൽകിയത്. എന്തായാലും ഈ ഒരു അപകടം ഉണ്ടായപ്പോൾ നിരവധി പേർ അവിടെ നാട്ടുകാർക്ക് തന്നെയാണ് ഓടിക്കൂടി രക്ഷാപ്രവർത്തനത്തിന് മുൻകൈ എടുത്തതും അതിനുള്ള സഹായങ്ങളെല്ലാം ചെയ്തതും. ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഷാജഹാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മിംസ് ആശുപത്രിയുണ്ട്, ബേബി മെമ്മോറിയൽ ആശുപത്രിയുണ്ട്, കോഴിക്കോട് മെഡിക്കൽ കോളേജുണ്ട്, മഞ്ചേരി മെഡിക്കൽ കോളേജുണ്ട്. അങ്ങനെ വിവിധ ആശുപത്രികളിലാണ് ഇപ്പോൾ ആളുകളെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. പല ആശുപത്രികളിലും അതായത് ഈ പ്രവേശിപ്പിക്കപ്പെട്ടവർക്ക് രക്തം ആവശ്യമുണ്ട് എന്നുള്ള വാർത്തകളും ഈ മണിക്കൂറിൽ പുറത്തു വരുന്നുണ്ട്. സ്വാഭാവികമായും വലിയൊരു അപകടമാണ് നടന്നത്. പലരും പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ ഉള്ളവർ തന്നെയാണ്. അതുകൊണ്ട് ഇത് വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന പ്രദേശത്തുള്ള പ്രേക്ഷകരുടെ അറിവിലേക്ക് കൂടി ആയി പറയുകയാണ്, ഈ ആശുപത്രിയിലൊക്കെയാണ് ഈ പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇവർക്ക് രക്തം ആവശ്യമുണ്ട്. പല രോഗികളുടെയും നില രോഗികളല്ല, പല അപകടത്തിൽപ്പെട്ട പലരുടെയും നില ഗുരുതരമായതുകൊണ്ട് തന്നെ പലർക്കും രക്തം ആവശ്യമുണ്ട് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ആ കാര്യം കൂടി ആ പ്രദേശത്തുള്ളവർ കേൾക്കാനായി ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ നമ്മൾ അറിയിക്കുകയാണ്. എന്തായാലും വലിയൊരു അപകടമാണ് നടന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്ന് പുലർച്ചെ മുതൽ രാജമലയിലെ മണ്ണിടിച്ചിലിന്റെ വാർത്തയും ദൃശ്യങ്ങളും കണ്ട് വിറങ്ങലിച്ചു നിന്ന മലയാളിക്ക് മുന്നിലേക്കാണ് രാത്രി 8:30 മണിയോടുകൂടി കരിപ്പൂർ വിമാനത്താവളത്തിലെ ഈ വലിയൊരു അപകടത്തിന്റെ വാർത്തയും ദൃശ്യങ്ങളും വരുന്നത്. ഈ ഒരു അപകടത്തിന്റെ ഒരു പൊതു ചിത്രം ഇങ്ങനെയാണ്. 7:50 ഈ വിമാനം ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്കാണ്. 184 യാത്രക്കാരും മറ്റ് ജീവനക്കാരും പൈലറ്റും സഹ പൈലറ്റും അടക്കം 190 പേരുമായി ഈ വിമാനം 7:50 കരിപ്പൂർ വിമാനത്താവളത്തിൽ റൺവേയിൽ പറന്നിറങ്ങുന്നത്. കനത്ത മഴയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ വ്യക്തമായി കാണാത്തതുകൊണ്ടാണോന്നറിയില്ല. റൺവേയിൽ നിന്ന് ഇറങ്ങിയ വിമാനം പിന്നീട് റൺവേയിൽ നിന്ന് തെന്നിമാറുന്ന ഒരു സാഹചര്യം, ഇതിന്റെ ചിറകുകൾ വിമാനത്താവളത്തിന്റെ മതിലിലിടിക്കുന്ന സാഹചര്യം, പിന്നീട് വിമാനം 30 അടി താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. ഇതിന്റെ മുൻവശത്തെ വാതിൽ വരെയുള്ള ഭാഗം 2ആയി പിളർന്നു. നിരവധി പേർക്കാണ് ഇപ്പോൾ ഈ അപകടത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. 123 പേർ പരിക്കേറ്റ ആശുപത്രിയിലുണ്ടെന്നും ഇതിൽ 15 പേരുടെ നില അതീവ ഗുരുതരമാണെന്നുമാണ് ഈ മണിക്കൂറിൽ വരുന്ന വിവരങ്ങൾ. 16 മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ പൈലറ്റും സഹ പൈലറ്റും അടക്കമാണ് 16 പേരുടെ മരണം സ്ഥിരീകരിക്കുന്നത്. ഇതിന്റെ പൈലറ്റ് ക്യാപ്റ്റൻ സാത്തെ ഏതാണ്ട് 30 വർഷത്തോളം പ്രവർത്തന പരിചയമുള്ള അനുഭവ സമ്പത്തുള്ള പൈലറ്റ് കൂടിയാണ്. പക്ഷേ മനസ്സിലാക്കേണ്ടത് ആ സമയത്ത് കനത്ത മഴയായിരുന്നു ആ സ്ഥലത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കാണാൻ കഴിഞ്ഞില്ല കൃത്യമായി എന്നാണ് ഈ അപകടത്തിന്റെ പ്രാഥമിക വിവരമായി അവിടെ നിന്ന് വരുന്നത്. പൈലറ്റും സഹ പൈലറ്റും അടക്കമാണ് 16 മരണം റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണെങ്കിൽ 2 സ്ത്രീകൾ 2 പുരുഷന്മാർ 1 കുട്ടി ഇവരുടെ മരണം പുറത്തു വന്നിരുന്നു. അതുപോലെ തന്നെ കോഴിക്കോട് സ്വദേശികളായ രാജീവൻ, ഷറഫുദ്ദീൻ എന്നീ യാത്രക്കാർ മരിച്ചതായിട്ടുള്ള വിവരങ്ങൾ ആദ്യ മണിക്കൂറിൽ തന്നെ പുറത്തു വന്നിരുന്നു. മറ്റു വിവരങ്ങളെല്ലാം ഇനി അറിയേണ്ടതുണ്ട്. എന്തായാലും 16 മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. 15 പേർ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കപ്പെട്ടവരിൽ 15 പേരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. നട്ടെല്ലിന് പരിക്കേറ്റവരുണ്ട്, തലയ്ക്ക് പരിക്കേറ്റവരുണ്ട്. നേരത്തെ പ്രശാന്ത് നിലമ്പൂറോടെന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ കൈകാലുകൾ ഒടിഞ്ഞ് ആ തരത്തിൽ പരിക്ക് പറ്റിയവരുണ്ട്. എന്തായാലും പലർക്കും രക്തം ഉൾപ്പെടെ ആവശ്യമുള്ള ഒരു സാഹചര്യം ഈ ആശുപത്രികളിൽ നിലനിൽക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അത് ആ പ്രദേശത്തുള്ള പ്രേക്ഷകരുടെ അറിവിലേക്കായി ആ കാര്യം കൂടി അറിയിക്കുകയാണ്. നമുക്കെല്ലാം അറിയാം, അവിടുത്തെ ഉൾപ്പെടെ നാട്ടുകാരാണ് ഇതിൽ ഇടപെട്ടതും രക്ഷാപ്രവർത്തനത്തിനൊക്കെ ആദ്യം മുന്നിട്ടിറങ്ങിയതും. എല്ലാവിധ സഹായ സഹകരണങ്ങളും അവരുടെ ഭാഗത്തുനിന്നാണ് ഉണ്ടായത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ കൂടി തീർച്ചയായും അവരുടെ തന്നെ സഹായം തന്നെയാണ് ഈ മണിക്കൂറിൽ ഏറ്റവും അത്യാവശ്യമായി വരുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ ഈ കാര്യം പറയുന്നത്. എന്തായാലും വലിയൊരു അപകടമാണ് ഉണ്ടായത്. ഇതിൽ 16 മരണം സ്ഥിരീകരിക്കുന്നു. 123 പേർ പരിക്കുകളോടെ വിവിധ ആശുപത്രിയിലുണ്ട്. അതിൽ 15 പേർ അതീവ ഗുരുതരാവസ്ഥയിലാണെന്നുള്ള വിവരങ്ങൾ തന്നെയാണ് നൽകാനുള്ളത്. 45 കുട്ടികൾ വിമാനത്തിലുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. എയർ ഇന്ത്യയുടെ റിലീസ് പ്രകാരം 10 കുട്ടികളാണ്. പക്ഷേ 45 കുട്ടികൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗർഭിണികളുണ്ട്. ഈ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കപ്പെട്ടവരിൽ ഗർഭിണികളുണ്ട്. നമുക്ക് സ്വാഭാവികമായി മനസ്സിലാക്കാവുന്നതേയുള്ളൂ എന്തായിരിക്കും ആ ഒരു അവസ്ഥ എന്നുള്ളത്. 30 അടി താഴ്ചയിലേക്ക് വിമാനം വീണ ആ സാഹചര്യം, 2ആയി പിളർന്ന ഒരു സാഹചര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേയുള്ളൂ. എന്തായാലും വലിയൊരു അപകടമാണ് ഇന്ന് രാത്രി 7:50 കരിപ്പൂർ വിമാനത്താവളത്തിൽ ഉണ്ടായത്. ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വന്ന 190 പേരുമായി വന്ന വിമാനമാണ് റൺവേയിൽ നിന്ന് തെന്നിമാറി 30 അടി താഴ്ചയിലേക്ക് പതിച്ചത്. 16 പേർ മരിച്ചിരിക്കുന്നു. പൈലറ്റും സഹ പൈലറ്റും അടക്കം 16 മരണം ഇതുവരെ സ്ഥിരീകരിക്കുന്നു. പരിക്കേറ്റ് 123 പേർ പരിക്കേറ്റ് ആശുപത്രിയിലുണ്ട്. അതിൽ 15 പേരുടെ നില ഗുരുതരമാണ്.
ഈ രക്ഷാപ്രവർത്തനം അവിടെ നടത്തി രക്ഷാപ്രവർത്തനം അവിടെ നിന്ന് ആംബുലൻസ് പല ആശുപത്രികളിലേക്കാണ് ആളുകളെ കൊണ്ടുപോയിരിക്കുന്നത്. നേരത്തെ ആരോഗ്യമന്ത്രി കെ ശൈലജ തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞു, കൃത്യമായി തന്നെ അപ്പോൾ തന്നെ എല്ലാ ജിഎംഒമാർക്കും നിർദ്ദേശം നൽകിയിരുന്നു ആശുപത്രികളിലൊക്കെ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കാൻ എന്നുള്ളത്. പലയിടങ്ങളിലും ആളുകളെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകളായതുകൊണ്ട് തന്നെ അല്പം കൂടി വ്യക്തത പല കാര്യങ്ങളിലും വരേണ്ടതുണ്ട്. എന്തായാലും മരിച്ചവരുടെ പേര് വിവരങ്ങൾ, പൈലറ്റിന്റെയും സഹ പൈലറ്റിന്റെയും അതുപോലെ തന്നെ ഈ രാജീവൻ ഷറഫുദ്ദീൻ, അതല്ലാതെ മറ്റുള്ളവരുടെ പേര് വിവരങ്ങളൊക്കെ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ. പക്ഷേ ഒന്നുറപ്പാണ്, വലിയൊരു അപകടമാണ് നടന്നത്. മംഗലാപുരത്ത് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു വിമാനാപകടത്തിന് സമാനമായ ദുരന്തം. പക്ഷേ അവിടെ ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയതൊരു പക്ഷേ വിമാനത്തിന് തീ പിടിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇവിടെ പക്ഷേ അത്തരം ഒരു ഗുരുതര സാഹചര്യത്തിലേക്ക് പോയില്ല. പക്ഷേ വിമാനം താഴ്ചയിലേക്ക് വീണ് രണ്ടായി പിളർന്നത് കൊണ്ട് തന്നെ നിരവധി പേർക്ക് പരിക്കുണ്ട്. അത് തലയ്ക്ക് പരിക്കുണ്ട്, നട്ടെല്ലിന് പരിക്കുണ്ട്, കൈകാലുകൾ ഒടിഞ്ഞ സാഹചര്യം, എല്ലുകൾ നുറുങ്ങിയ സാഹചര്യം ഒക്കെയുണ്ട്. പലർക്കും രക്തം ആവശ്യമുള്ള സാഹചര്യമൊക്കെയാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിലനിൽക്കുന്നത്. ഇതാണ് ഇന്ന് ഉണ്ടായ രാത്രി 7:50 കരിപ്പൂരിലുണ്ടായ വിമാന അപകടത്തിന്റെ ഒരു പൊതുചിത്രം. 16 മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. അവിടെ നിന്ന് രക്ഷാപ്രവർത്തനം അവസാനിച്ചിരിക്കുകയാണ്. എന്തായാലും വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. വിവിധ ആശുപത്രികളിലാണ് ഉള്ളത്. അതിൽ 15 പേരാണ് തീർത്തും ഗുരുതരാവസ്ഥയിലുള്ളത് എന്നാണ് ഇപ്പോൾ ഈ മിനിറ്റിൽ പറയാൻ കഴിയുന്ന വസ്തുത. കൂടുതൽ ആശുപത്രികളിൽ നിന്ന് കൂടുതൽ പൂർണ്ണമായ ചിത്രം, വ്യക്തമായ ചിത്രം നമുക്ക് വരും മണിക്കൂറുകളിൽ തന്നെ കിട്ടേണ്ടതുണ്ട്. ആശുപത്രികളിൽ പ്രവേശിപ്പിക്കപ്പെട്ട പലരെയും ഇനിയിപ്പോൾ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കേണ്ട സാഹചര്യം വന്നാൽ പോലും അതിനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലായിടത്തും സാധ്യമായ രീതിയിലെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് ആരോഗ്യമന്ത്രിയും നേരത്തെ നമ്മളോട് ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. കൃത്യമായി കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ടെന്നും ആരോഗ്യമന്ത്രി നേരത്തെ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞിരുന്നു. എന്തായാലും ആംബുലൻസുകൾ ഈ അപകടം നടന്നപ്പോൾ തന്നെ ആംബുലൻസുകൾ സ്ഥലത്തെത്തുകയും നിരവധി ആംബുലൻസുകൾ സ്ഥലത്തെത്തുകയും അങ്ങനെ പെട്ടെന്ന് തന്നെ ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന കാഴ്ചയും ഒക്കെ ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ തന്നെ 8 മണി മുതൽ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു അപകടം ആണ് ഇന്ന് കരിപ്പൂരിൽ നടന്നത്. ടി വി പ്രസാദ് ഇപ്പോൾ ചേരുന്നുണ്ട്. പ്രസാദ്, രക്ഷാപ്രവർത്തനം അവസാനിച്ചിരിക്കുന്നു, അവിടെയുള്ള എല്ലാവരെയും ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് വരുന്നത്. പ്രസാദ് നേരത്തെ സൂചിപ്പിച്ചു, നമുക്കറിയാം ഈ ഒരു അപകടം ഉണ്ടായപ്പോൾ ഇത്ര വലിയൊരു അപകടമാകും എന്ന് കരുതിയില്ല. റൺവേയിൽ നിന്ന് വിമാനം തെന്നിമാറി ചെറിയൊരു അപകടം എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഈ മണിക്കൂറുകൾ പിന്നിട്ട് നിൽക്കുമ്പോൾ അത് വലിയൊരു അപകടമായിരുന്നു എന്നുള്ള ഒരു ചിത്രമാണ് ഇപ്പോൾ വരുന്നത്. 16 മരണം ഇതുവരെ ആയി, 16 മരണം സ്ഥിരീകരിച്ച ഒരു അപകടം. അതെ രജനി, അങ്ങനെ തന്നെ പറയേണ്ടി വരും. രജനി സൂചിപ്പിച്ചത് തന്നെയാണ് അതിലെ വസ്തുത. അതായത് വിവരം ആദ്യം നമുക്ക് കിട്ടുന്നത് ആ റൺവേയിൽ നിന്ന് വിമാനം തെന്നി മാറി എന്നൊരു വിവരം മാത്രമാണ് നമുക്ക് ആദ്യം കിട്ടുന്നത്. അപ്പോൾ തന്നെ നമ്മൾ കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുകയായിരുന്നു. കോഴിക്കോട് നിന്ന് കടുത്ത മഴയായിരുന്നു. അപ്പോഴേക്ക് തന്നെ ഏതാണ്ട് സംഭവിച്ചത് ഒരു ചെറിയ അപകടമല്ല എന്ന കാര്യം അപ്പോൾ തന്നെ ഏതാണ്ട് വ്യക്തമായിരുന്നു. കുറെ കൂടി കഴിയുമ്പോഴാണ് ഇതിന്റെ ഒരു വ്യക്തത നമുക്ക് വരുന്നത്. കാരണം വിമാനം നടുകെ പുലർന്ന് നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്ന വാർത്ത അല്പസമയത്തിനുള്ളിൽ തന്നെ വരികയാണ്. അതിനിടയിൽ നമ്മൾ റോഡിലേക്ക് ഇറങ്ങി കുറച്ച് ഇങ്ങോട്ടേക്ക് പുറപ്പെടുമ്പോൾ തന്നെ ഈ പറയുന്ന രീതിയിൽ അവിടെ നിന്ന് നിരവധി വാഹനങ്ങൾ, ആംബുലൻസുകളും പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങൾ എയർപോർട്ടിലേക്കും തിരിച്ചും പോകുന്നതും വരുന്നതും കണ്ടു. അപ്പോൾ തന്നെ നമ്മൾ ഏതാണ്ട് ഉറപ്പിച്ചതാണ് ഇതൊരു വലിയ ദുരന്തമായിരിക്കും എന്ന കാര്യം. ആ എയർപോർട്ടിന്റെ മുന്നിലാണ് ആദ്യം നമ്മൾ എത്തിയത്. അവിടെ നിന്ന് റൺവേയിലേക്ക് പോകാൻ പറ്റിയിരുന്നില്ല. 9 മണിയോടുകൂടി അവിടെ എത്തി. പിന്നീട് 9:30 കഴിയുന്ന സമയത്താണ് വിമാനം തകർന്നു കിടക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിയത്. വിമാനത്തിന്റെ മുൻഭാഗം അതുപോലെ തന്നെ പിൻഭാഗം അത് രണ്ടും വേർതിരിഞ്ഞ് വെവ്വേറെ നിലയിലായിരുന്നു. അതായത് വിമാനത്തിന്റെ ഏതാണ്ട് ഒത്ത നടുഭാഗത്ത് വെച്ച് ഈ വിമാനം പൊട്ടിപ്പിളരുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. മുൻഭാഗം ആ റൺവേയുടെ അരികിലുള്ള മതിൽ തകർത്ത് പുറത്തേക്ക് വരുന്ന രീതിയിലാണ് അതിന്റെ മുൻഭാഗമുള്ളത്. അതോടൊപ്പം തന്നെ അതിന്റെ പിൻഭാഗം ഇതിൽ നിന്ന് പൂർണ്ണമായി വേർതിരിഞ്ഞ് മറ്റൊരു ദിശയിലാണ് ഇത് കടന്നിരുന്നത്. അതായത് വലിയ അപകടം തന്നെ നടന്നു എന്ന കാര്യം സ്ഥിരീകരിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ കനത്ത മഴയാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അവർ പറയുന്നത് 7:30ക്കും 8:30ക്കും ഇടയിലാണ് വലിയ ശബ്ദം കേട്ട് വീട്ടിൽ നിന്നും ഓടിയിറങ്ങുന്നത് എന്നാണ്. അത്ര വലിയ മഴയത്താണ് കിലോമീറ്ററുകളോളം ദൂരത്തിൽ വലിയ സ്ഫോടനത്തിന്റേതുപോലെയുള്ള ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിയെത്തുമ്പോൾ കണ്ടത് അവിടേക്ക് റൺവേയുടെ അകത്തേക്ക് കടക്കാനുള്ള വഴി നമുക്കറിയാവുന്നതുപോലെ സ്വാഭാവികമായിട്ടില്ല. പക്ഷേ വിമാനത്തിന്റെ മുൻഭാഗം
കുത്തി തുരന്ന ഒരു മതിലിന്റെ ഭാഗമുണ്ട്. ആ ഭാഗത്തു കൂടിയാണ് ആദ്യം എത്തിയ നാട്ടുകാർ അകത്തേക്ക് കയറിയത്. ഈ വിമാനം തകർന്ന് വീണതിന്റെ ഇടയിലൂടെ പല ആളുകളും അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ചെറിയ പരിക്ക് പറ്റിയവർ പുറത്തിറങ്ങി നിലവിളിക്കുന്നുണ്ടായിരുന്നു. അവരുടെ കുട്ടികളെ, അവരുടെ ഭാര്യയെ, അമ്മയെ, ഭർത്താവിനെ ഒക്കെ കാണാതെ നിലവിളിക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ കൂടിയിരിക്കുന്നവർ ഇപ്പോഴും പറയുന്നത്. നിരവധി കുട്ടികൾ നിലവിളിക്കുന്നുണ്ടായിരുന്നു. നിരവധി പേർ വിമാനത്തിൽ നിന്ന് ഇറങ്ങി ഓടുന്നു പരിക്കുകളോടെ. ചിലർ നാട്ടുകാരിലെത്തിയവർ ആ സമയത്ത് അവർക്ക് സ്ട്രെച്ചറോ മറ്റു വാഹനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. വെറും കൈയോടുകൂടിയാണ് പരിക്കേറ്റവരെ എല്ലാം എടുത്തത്. ആ സമയത്ത് നിലവിളിക്കുന്നുണ്ടായിരുന്നു ചിലർ എന്ന് പറയുന്നു. ചിലരുടെ നട്ടെല്ല് പൊട്ടിയ രീതിയിലായിരുന്നു എന്ന് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയവർ പറയുന്നു. അവരുടെ കൈയും കാലും ചിലരുടെ പൊട്ടിയ നിലയിലായിരുന്നു. വലിയ രീതിയിൽ ചോരയൊഴുകുന്ന രീതിയിലായിരുന്നു ചിലർ ഉള്ളത്. അപ്പോൾ തന്നെ അവർ ഏതാണ്ട് ഉറപ്പിച്ചിരുന്നു നിരവധി പേര് മരിക്കാനിടയുണ്ട്, നിരവധി പേരുടെ പരിക്ക് ഗുരുതരമായിരിക്കുമെന്ന്. ഏതാണ്ട് അരമണിക്കൂറോടുകൂടി ആംബുലൻസുകളും അതുപോലെ തന്നെ ഫയർഫോഴ്സുകളും പോലീസും 36 പേർ, പിന്നീട് കൃത്യമായി തന്നെ 36 പേരെയാണ് അവിടെ പ്രവേശിപ്പിച്ചത്. അതിൽ 3 പേർ മരിച്ചു. ബാക്കിയുള്ള 33 പേരാണ് അവിടെയുള്ളത്. അതിൽ ആർക്കും ജീവൻ അപകടമാകുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളില്ല എന്നാണ് ആശുപത്രിയിൽ നിന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ. പക്ഷേ പലർക്കും അവിടെ രക്തം ആവശ്യമുണ്ട്. പ്രത്യേകിച്ചും O- രക്തമാണ് മിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട പലർക്കും ആവശ്യമുള്ളത് എന്നാണ് അവിടെ നിന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 17 മരണം എന്നുള്ള വാർത്ത ഏറ്റവും ഒടുവിലായി വരുന്നുണ്ട്. പൈലറ്റും സഹ പൈലറ്റും ഉൾപ്പെടെയാണ് ഈ 17 പേർ മരിച്ചിരിക്കുന്നത്. ഏറ്റവും പുതിയ വിവരമാണത്. 17 മരണം, അതായത് യാത്രക്കാരുൾപ്പെടെ 190 പേർ, ജീവനക്കാരുൾപ്പെടെ 190 പേരുമായി വന്ന വിമാനമാണ്. അതിൽ 17 പേർ മരിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്നത്. ആശുപത്രിയിൽ ബാക്കിയുള്ളവരെയെല്ലാം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതിൽ ഒരു 15 പേരുടെയെങ്കിലും നില അതീവ ഗുരുതരമായി തന്നെ തുടരുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നാണ് വിവിധ ആശുപത്രികളിൽ നിന്ന് പുറത്തുവരുന്ന നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ മനസ്സിലാക്കേണ്ടത്. നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടത്, കുട്ടികൾ ഉൾപ്പെടെ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടവരും ഉണ്ട് ഈ അപകടത്തിൽ. 123 പേരെയെങ്കിലും ആശുപത്രിയിൽ പരിക്കുകളോടെ തന്നെ, അതായത് നട്ടെല്ല് തകർന്നിട്ടായാലും അല്ലെങ്കിൽ തലയ്ക്ക് പരിക്കേറ്റിട്ടായാലും കൈകാലുകൾ ഒടിഞ്ഞിട്ടായാലും ഒക്കെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ 15 പേരുടെ നില ഗുരുതരമാണ് എന്നുള്ള വാർത്തകൾ, 15-ലധികം പേരുടെ നില ഗുരുതരമാണെന്നുള്ള വാർത്തകളാണ് വരുന്നത്. പുതിയ മരണവിവരം 17 പൈലറ്റും സഹ പൈലറ്റും ഉൾപ്പെടെയാണ് 17 പേർ മരിച്ചിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് CR രാജേഷ് നമുക്കൊപ്പം ചേരുന്നു. രാജേഷ്, പുതിയ വിവരങ്ങൾ നൽകാനുണ്ടോ? കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ആ വിവരങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ 5 പേരാണ്, 24 പേർ ചികിത്സയിലുണ്ട്. ഇവിടെ എത്തിച്ച 29 പേരിൽ 5 പേർ മരിച്ചു. ഒരു കുട്ടിയും അതുപോലെ തന്നെ 2 സ്ത്രീകളും 2 പുരുഷന്മാരുമാണ് മരിച്ചത്. ഇതിൽ ഒരാളെ മരിച്ച നിലയിൽ തന്നെയാണ് കൊണ്ടുവന്നത്. മറ്റുള്ളവർ ഇവിടെ വെച്ചിട്ടാണ് മരിച്ചത്. കുട്ടിയെ ഇവിടെ IMCHലായിരുന്നു ആദ്യം ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു, പിന്നെ IMCHലേക്ക് മാറ്റി. മരിച്ചവരുടെ പേര് വിവരം 2 പേരെയാണ് തിരിച്ചറിഞ്ഞത്. ഇവരുടെ പേര് വിവരം എങ്ങനെയാണ്? ഷഹീദ് സയ്യിദ്, CR രാജേഷാണ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് CR രാജേഷ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കോഴിക്കോട്ടെ വിവിധ ആശുപത്രികളിലായിട്ടാണ് ഈ പരിക്കേറ്റവരെ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ ഉണ്ടായ വിമാനാപകടത്തിൽ, അതായത് ലാൻഡിംഗിനിടെ റൺവേയിൽ നിന്ന് തെന്നിമാറി വിമാനം 40 അടി താഴ്ചയിലേക്ക് പതിച്ച് 2 പിളർന്ന് നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം. 17 മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇവരെ വിവിധ ആശുപത്രികളിലായിട്ടാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. വിവിധ ആശുപത്രികളിൽ നിന്നുള്ള വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധികൾ നൽകിക്കൊണ്ടിരുന്നത്. CR രാജേഷ് തന്നെയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. 24 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ചികിത്സയിലുള്ളത്. 24 പേരാണെന്ന് മനസ്സിലാക്കുന്നു. രാജേഷ്, കേൾക്കാമോ? ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ്, അത് 24 പേർ, 5 മരണം അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ 29 പേരെയാണോ മൊത്തം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്? രജനി, മൊത്തം 29 പേരെ ആശുപത്രിയിൽ പ്രവേശിച്ചു. ഇതിൽ 5 പേരാണ് മരിച്ചത്. ഇതിൽ 2 പേരെ തിരിച്ചറിഞ്ഞു.
ഷഹീർ സയ്യിദ് തിരൂർ സ്വദേശിയാണ്, 38 വയസ്സ്. മുഹമ്മദ് റിയാസ് 23 വയസ്സ്, പാലക്കാട് സ്വദേശിയാണ്. അതുപോലെ തന്നെ 45ഉം 55ഉം വയസ്സുള്ള 2 സ്ത്രീകളും 1.5 വയസ്സുള്ള ഒരു കുട്ടിയുമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത്. ഇപ്പോൾ 24 പേർ ഇവിടെ ചികിത്സയിലുണ്ട്. ഇവരിൽ ഒരു 5 പേരുടെ നില ഗുരുതരമെന്ന് പറയാം. കൈക്കും അതുപോലെ തന്നെ കാലിനും തലയ്ക്കുമെല്ലാം പരിക്ക് ഉള്ളവരുണ്ട്. ചിലരെ ഇവിടുന്ന് സ്വകാര്യ ആശുപത്രി 1-2 പേരെ ഇപ്പോൾ ഇവിടുന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാൻ ചില തീരുമാനം എടുത്തിട്ടുണ്ട്. അവരുടെ ബന്ധുക്കൾ വന്നിട്ട് അവരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടക്കുകയാണ്. ഏതായാലും ഇവിടെ ഇപ്പോൾ നിലവിൽ 24 പേരാണ് ചികിത്സയിലുള്ളത്. 29 പേർ വന്നതിൽ 5 പേർ മരിച്ചു. അവരുടെ പേരുവിവരം മരിച്ചവരുടെ പേരുവിവരങ്ങൾ ഷഹീർ സയ്യിദ് 38 വയസ്സ്, തിരൂർ സ്വദേശിയാണ്. മുഹമ്മദ് റിയാസ് 23 വയസ്സ്, പാലക്കാട് സ്വദേശിയാണ്. 2 സ്ത്രീകൾ 45ഉം അതുപോലെ തന്നെ 55 വയസ്സുള്ള 2 സ്ത്രീകൾ, ഇവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. 1.5 വയസ്സുള്ള കുട്ടിയും മരിച്ചിട്ടുണ്ട്. ഈ കുട്ടിയും തിരിച്ചറിഞ്ഞിട്ടില്ല. 3 കുട്ടി ഇപ്പോൾ ചികിത്സയിലുള്ളവരിൽ 3 കുട്ടികളുണ്ട്. ഈ കുട്ടികൾ മെഡിക്കൽ കോളേജിന് താഴെയുള്ള മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിലാണ് ചികിത്സയിലുള്ളത്. ഇതിൽ ഒരു കുട്ടിക്ക് തലയ്ക്ക് പരിക്കുണ്ട്, മറ്റ് 2 കുട്ടികൾക്കും കൈക്ക് ഒടിവുകൾ ഉണ്ട് എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും അത് കുട്ടികളുടെ നില അതീവ ഗുരുതരം എന്ന് പറയാൻ പറ്റില്ല. ഈ രീതിയിലുള്ള പരിക്കുകൾ അവർക്കുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. ഇവിടെ മെഡിക്കൽ കോളേജിലെ പ്രധാന ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിൽ പ്രവേശിപ്പിച്ച ഈ രോഗികളിൽ പലർക്കും കൈക്കും അതുപോലെ തന്നെ കാലിനും തലയ്ക്കുമെല്ലാം പരിക്കുണ്ട്. ചികിത്സ പുരോഗമിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പാളും അതുപോലെ തന്നെ സൂപ്രണ്ടും ഉൾപ്പെടെയുള്ള വിദഗ്ധ സംഘം ഈ അപകട വിവരം അറിഞ്ഞത് ഉടനെ തന്നെ ഇവിടെ പ്രത്യേക മെഡിക്കൽ സംഘത്തെ സജ്ജമാക്കുകയും പുറത്ത് ലീവിലുള്ള ഡോക്ടർമാരെ ഉൾപ്പെടെ മെഡിക്കൽ കോളേജിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു. എല്ലാവിധ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തി. തുടർന്നാണ് മറ്റ് ഹോസ്പിറ്റലുകളിൽ നിന്ന് പെട്ടെന്ന് തന്നെ രോഗികളെ ഇവിടെ എത്തിച്ചപ്പോൾ ചികിത്സ നൽകാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത്. കോഴിക്കോട് ജില്ലാ കളക്ടർ, MLA-മാരായ MK മുനീർ അതുപോലെ തന്നെ A പ്രദീപ് കുമാർ എന്നിവരും ഇവിടെ വന്ന് എല്ലാവിധ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടേക്ക് ആരെയും ഒരു അരമണിക്കൂറിനിടെ ആരെയും കൊണ്ടുവന്നിട്ടില്ല. ഏതായാലും 24 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലായി ചികിത്സയിൽ ഉള്ളത്. രജനി. ശരി, CR രാജേഷാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും കോഴിക്കോട്ടെയും മലപ്പുറത്തെയും വിവിധ ആശുപത്രികളിലായിട്ടാണ് ഇപ്പോൾ ഈ വിമാന ദുരന്തത്തിൽ പരിക്കേറ്റവരെ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. റിലീഫ് ഹോസ്പിറ്റൽ, മേഴ്സി ഹോസ്പിറ്റൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, മിത്ര ഹോസ്പിറ്റൽ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, മഞ്ചേരി മെഡിക്കൽ കോളേജ്, മിംസ്, കോഴിക്കോട് മിംസ്, റെഡ് ക്രസന്റ്, ഫറോക്കിലെ റെഡ് ക്രസന്റ് ആശുപത്രി, മലപ്പുറത്തെ MBH, കോട്ടക്കലിലെ അൽമാസ്, BM പുളിക്കൽ, ആസ്റ്റർ പന്തീരാങ്കാവ്, ഇക്ര, കോഴിക്കോട്ടെ ഇക്ര ആശുപത്രി. ഇത്രയും ആശുപത്രികളിലായിട്ടാണ് ഈ പരിക്കേറ്റ 190 പേരിൽ ഇത്രയും പേരെ ഇപ്പോൾ ഈ ആശുപത്രികളിലായിട്ടാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ മരണത്തിന്റെയൊക്കെ വിവരങ്ങളാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ 5 മരണം അവിടെ നിന്ന് CR രാജേഷ് നമുക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ മിംസ് ആശുപത്രിയിൽ നേരത്തെ ഫൈസൽ 3 മരണം, 3 പേർ മരിച്ചതായിട്ടുള്ള വിവരങ്ങളും ഫൈസൽ നേരത്തെ അവിടെ നിന്ന് നൽകിയിരിക്കുന്നു. ഇപ്പോൾ കിട്ടുന്ന ഒരു വിവരങ്ങൾ വെച്ച് റിലീഫ് ആശുപത്രിയിൽ 2 മരണമുണ്ട്, മേഴ്സി ആശുപത്രിയിൽ 3 മരണമുണ്ട്, മെഡിക്കൽ കോളേജിൽ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ 5 മരണം, ബേബി മെമ്മോറിയലിൽ 2 മരണം, മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 1 മരണമുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. മിംസിൽ 3 മരണമാണ്, റെഡ് ക്രസന്റിൽ 1 മരണം. അങ്ങനെയാണ് ഈ 17 മരണത്തിന്റെ കണക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും പൈലറ്റും സഹ പൈലറ്റും ബാക്കി യാത്രക്കാരും അടക്കമാണ് ഇപ്പോൾ 17 മരണം ഈ കരിപ്പൂർ വിമാന ദുരന്തത്തിൽ ഉണ്ടായതായുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. വിവിധ ആശുപത്രികളിലായി ഞാനിപ്പോൾ വായിച്ച ഇത്രയുമാണ് ആശുപത്രികളുടെ പേരുകൾ. അതായത് 13 കോഴിക്കോട് ജില്ലയിലെയും മലപ്പുറം ജില്ലയിലെയുമായി 13 ആശുപത്രികളിലായിട്ടാണ് ഈ പരിക്കേറ്റവരെ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പല ആശുപത്രികളിലും പലരുടെയും നില ഗുരുതരമായി തുടരുന്നൊരു സാഹചര്യമുണ്ട്. പല ആശുപത്രികളിലും രക്തം വേണ്ട ഒരു സാഹചര്യം. അതിൽ നേരത്തെ പറഞ്ഞു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ O പോസിറ്റീവ് നെഗറ്റീവ്, മിംസ് ആശുപത്രിയിൽ O നെഗറ്റീവ്. ഇതൊക്കെയാണ് നമുക്ക് നൽകുന്ന നമ്മുടെ കയ്യിൽ കിട്ടുന്ന അറിയിപ്പുകൾ, വിവരങ്ങൾ. അതാണ് പ്രേക്ഷകരുമായി പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. മിംസ് ആശുപത്രിയിലേക്ക് വീണ്ടും പോയാൽ ഫൈസൽ വീണ്ടും ചേരുന്നുണ്ട്. ഫൈസൽ, പുതിയ വിവരങ്ങൾ എന്തെങ്കിലും ആശുപത്രിയിൽ നിന്ന് കിട്ടുന്നുണ്ടോ? ഫൈസലിനെ പ്രതീക്ഷിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഫൈസൽ അവിടെ നിന്ന് ചേരുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും മിംസ് ആശുപത്രിയിൽ ഒരാളുടെ നില ഗുരുതരമാണ്, അത് ഗർഭിണിയാണ് എന്നുള്ള വാർത്തകളാണ് മിംസ് ആശുപത്രിയിൽ നിന്ന് ഏറ്റവും പുതുതായി പുറത്തു വരുന്നത്. അതിന്റെ കൂടുതൽ വിവരങ്ങളാണ് നമുക്ക് ഫൈസൽ നൽകേണ്ടത്. മിംസ് ആശുപത്രിയിൽ 3 മരണം നേരത്തെ സ്ഥിരീകരിച്ചിരുന്നതാണ്. അത് ഈ ക്യാപ്റ്റന്റെയും ഒപ്പം തന്നെ സഹ പൈലറ്റിന്റെയും ഉൾപ്പെടെയാണെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ മിംസിൽ ഒരാളുടെ നില ഗുരുതരമായി തുടരുന്നത് ഗർഭിണിയാണ് എന്നുള്ള വിവരങ്ങളാണ് മിംസ് ആശുപത്രിയിൽ നിന്ന് ഏറ്റവും പുതുതായി
പുറത്തു വരുന്നത്. 17 മരണം എന്തായാലും സ്ഥിരീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. TV പ്രസാദിലേക്ക് വീണ്ടും പോവുകയാണ്. പ്രസാദിന് ഇപ്പോൾ നൽകാനുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ ഇപ്പോഴും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയവർ ഇപ്പോഴും ഇവിടെ കൂടി നിൽക്കുകയാണ്. പരിശോധന, അതായത് തെരച്ചിൽ താൽക്കാലികമായി നിർത്തിയിട്ടുണ്ട്. അതായത് ഇനിയിപ്പോൾ കുടുങ്ങിക്കിടക്കുന്നവരില്ല എന്ന കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന അവസാനിപ്പിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ ആശുപത്രികളിൽ നിന്ന് കിട്ടിയ വിവരം, അതുപോലെ തന്നെ യാത്രക്കാരുടെ ലിസ്റ്റ്, ഇതെല്ലാം ഒത്തുനോക്കിയതിനു ശേഷം മുഴുവൻ ആളുകളെയും കണ്ടെത്തി എന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇപ്പോൾ രക്ഷാപ്രവർത്തനം തൽക്കാലം നിർത്തിവെച്ചത്. പക്ഷെ ഇവിടെ ഇപ്പോഴും വലിയ ജനക്കൂട്ടം തന്നെ അതേപോലെ തന്നെ തുടരുകയാണ്. നിറയെ ആംബുലൻസുകളുണ്ട്, അതുപോലെ തന്നെ പോലീസ്, ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എല്ലാം ഉണ്ട്. ഈ പറയുന്ന രക്ഷാപ്രവർത്തനം കൂടാതെ ഈ സംഭവം കാണുന്നതിന് വേണ്ടിയും നൂറുകണക്കിന് ആളുകളാണ് ഈ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വഴിയിൽ വെച്ച് പോലീസെല്ലാം തടയുന്നുണ്ടെങ്കിലും മറ്റു പല വഴികളിലൂടെയും ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മാത്രമല്ല കണ്ടെയ്ൻമെന്റ് സോൺ ഉൾപ്പെടെയുള്ള ഭാഗമാണ് ഇത്. അതുകൊണ്ട് തന്നെ വലിയ ജനക്കൂട്ടം ആ ഒരു രീതിയിലുള്ള ആശങ്കയ്ക്കും വഴിമാറുന്നുണ്ട്. മാത്രമല്ല ഇതിപ്പോൾ ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ വലിയ ജനക്കൂട്ടം ഇവിടെ ഉണ്ടായിരുന്നു. അവർ ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട്. മാത്രമല്ല വിദേശത്ത് നിന്ന് വന്നവരാണ്. ആ ഒരു ആശങ്കയും ഇവിടുത്തെ ആരോഗ്യ വിഭാഗത്തെ അലട്ടുന്നുണ്ട്. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ തന്നെയാണ് ആദ്യം തന്നെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയതും വളരെ മികച്ച രീതിയിൽ തന്നെ എത്രയും പെട്ടെന്ന് ആളുകളെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയവരുടെ ഭാഗത്തു നിന്നും. With camera person Tinku Rajshekharan, Gopi Krishnan Thiruvananthapuram in Wayanad for India Today. We do not really see any signs of the NDRF over here. So to just give you a perspective of what you're actually seeing in this visual, this is actually the exact spot where this accident has happened. You can see the remains of that flight which is broken in two halves, and around you are actually seeing the local police which is actually coordinating all those tracing activities over here, and alongside them you have the local fire force which is part of the district administration, and also there is an additional fire unit which is assigned to each airport. So that actually comes under the Airports Authority of India, and the CISF which is actually looking after the security aspect of the airport is guarding that particular gate over there, and there are also some senior CISF officials, and we have been told there are senior Airports Authority of India officials inside who are just assessing the situation, who are just trying to better understand what has happened. Also, I'll just take you through these visuals that you actually see here. You can see that the emergency doors have been opened. So that is exactly almost similar to what this person who was actually coordinating this rescue has told me. Initially, when the flight just came over here, when they saw this, the emergency doors were not really open. They had to actually enter the aircraft to that cavity that you see. That is where the aircraft broke into two halves, and people just directly walked inside the aircraft and try and pulled out as many people as they can. So as they were getting into the back end of the aircraft, it became very difficult for these people to pull these people out or just take them all across the aisle of the aircraft. So that is when the emergency door was opened, and that was used to pull these people out. And according to the information that we have from the local administration, people who had sustained injury were actually people who were mostly sitting towards the front end, relatively in the first 10 or 12 rows, because that is where the most of the damage has happened. You can also see, though it has split in half, there is another portion which is almost falling apart. You can actually see that actually comes almost towards that emergency exit. So those areas and seats have been completely damaged, and people who were actually sitting there, they could have actually sustained very serious orthopedic issues and injuries as well. Is it that we know till now? What we do know is that 19 are confirmed dead. What we do know, 4 are critically injured. Many are injured as well. They've been taken to 5 hospitals. 2 are private hospitals there. To just put this in perspective, these are COVID times. All of this is happening where this area is actually a containment zone. The visuals that you see on your television screen, these visuals are how this aircraft actually skid off the tabletop runway, which is, this is the 3D imagery of that at Kozhikode, skid off the runway and plunged into the ravine or the valley below. It's because of how it actually fell that the aircraft split into 2 at the fuselage. I want to quickly connect right now to Dr.
from the Baby Memorial Hospital. He's on the phone line with us. Doctor, appreciate you taking out the time right now, especially to talk to us. Doctor, can you take us through the fatalities you've had at your hospital regarding the air accident? Yeah, hi, Dr. Thomas. It is very sad to actually attend this, scenario. It was a very bad situation. Actually, I'm not in the hospital. I actually went to the site, and then I was actually near to the aircraft. So they were extricating the patients, and then I was the one who was receiving and seeing the patient. It's very, very disturbing to see such scenarios because I see a lot of deaths and so many patients who are stuck in, so they have a lot of crush injuries, and including babies, had so much of issues. So I think it was very painful for me today. Yeah. But, are you getting in any word from the hospital that you work at? How many have been taken injured there? Are there any fatalities at the hospital? In Baby Memorial, we have 25 people. Around 25. I exactly don't know because I'm on the way to my hospital. So I think it is around 25 and then 2 deaths. Two are dead and 25 have been brought in there. 2 deaths and 25 are still there. All right. Appreciate you joining us, Doctor. Thank you for giving us that quick update. Till now, with what we are getting to know, there have been 5 hospitals that the injured have been taken to. 19 are confirmed dead. Many are injured. What we do know is that 3 are very critical even as we speak. We continue to get you every aspect of the story. India Today's Shalini Lobo spoke to the Kerala Minister K.K. Selja. Listen in. Evacuation is almost over. It is saying that some of the passengers are inside the aircraft and they are trying to take them out from the aircraft. 1 or 2 persons are inside. All the other passengers are rescued and sent to the hospital. Out of that, 14 succumbed to death. And most of the passengers are seriously it is due to the crash. Their condition is very serious, and some of them have little bit injury, and most of them have severe injuries, and they are admitted in the hospital. All right, let's quickly dip in to Dr. Vineet from the Baby Memorial Hospital. This is what he had to say on casualties and injuries. It's been over 2 hours since we started receiving the first patient. The very first patient that we received was brought dead to the hospital. Currently, we have about 25 patients in the hospital who have been received from the crash site. This includes 5 children, and 2 have unfortunately did not make it, have passed away. So this is our present situation of 25 passengers at Baby Memorial Hospital currently. Most injuries that we are seeing right now are orthopedic fractures and head injuries. This is probably because of the impact of the crash or what has happened at the site. And so far, the 5 children that we have are sort of stable, but there are also a few passengers who are in critical condition. All right, let's listen in to all the political reactions that are coming in. NDRF, Fire and Rescue, an airport fire and out of Calicut team, a Malappuram team, and we have received more than 100 ambulances from different districts, from Kannur to Thrissur, Palakkad, Malappuram, in addition to Malappuram and Calicut. So it was a coordinated effort from all the stakeholders. It was very good cooperation, and we completed the rescue operation successfully. All right, let's listen in to Shashi Tharoor, MP Thiruvananthapuram. We already lost some people this morning in a terrible landslide in Munnar because of the very heavy rains that have been lashing central Kerala. And clearly this plane appears to have skidded off the runway, and we assume that bad weather had a major part to play in this tragedy. The rescue efforts are still going on. People have been rushed to hospital. There's a lot going on. So I
I don't want to speculate about any of the details. We'll wait for confirmed announcements. But it's a tragic time, and the heart and soul of everyone in Kerala has been deeply shaken by today's events. I think the problem was precisely that in normal conditions, it's been a very safe airport. I don't think any of us can recall an accident in Kozhikode for quite some time. But this seems to have been a very, very heavy rainfall and roaring winds. And, of course, if the ground is slick, a car can slip off the road and a plane can slip off. And unfortunately, if they did skid off the runway, there is a sort of valley into which the plane descended, which resulted in apparently the plane breaking essentially into two to the plane. It's very sad. Lives have definitely been lost, and I think we're going to have to wait and see what the authorities announce. But the battle is on to save as many people as possible. को हमने हॉस्पिटल पहुंचा दिए हैं, जो भी ये है, ये 4 जो है व्यक्ति वो अंदर स्टकअप हुए, उनको 608 के डिफरेंट हॉस्पिटल में हम ले लिए हैं. अब उनका बस ट्रीटमेंट वगैरह चल रहा है. विल डू आवर बेस्ट टू सेव देम. हॉस्पिटल में ले गए हैं. ये अभी काउंट करना है, काउंट नहीं किए हैं. अभी काउंट करने के लिए समय भी नहीं है, थोड़ी समय लगेगा, आप समझ सकते हैं. कितने लोग जख्मी हैं सर, इसका कुछ आंकड़ा? वो हम नहीं बोल पाएंगे अभी. अब हादसा कैसे हुआ, इसके बारे में एक बार हमारे दर्शकों को बताएं. वो इन्वेस्टिगेशन और बाकी चीज बाद में होगा. I'm told, and again we have to reconfirm from my sources, that 2 people had died, maybe 3. I'm not even very sure. I mean, this is what I learned from my sources. This basically from media sources I learned this. But of course, many people are seriously injured. That's what I learned. And some people have minor injuries. And anyway, it's very lucky that plane didn't catch fire. I think that's very, very providential. So all the people, I'm told, have been rescued and they've been taken to Calicut Medical College. And there are many, many hospitals in Calicut which are very, very good. My colleague Gopi is joining us right now from the site of the incident. He's the first journalist who's been there. Gopi, what's the latest that you can tell us? Well, Preeti, right now we are just outside this spot of this accident, and as you can just see behind me, you have the leftovers of that aircraft, because I believe that is the most appropriate way to say that, because many of the parts have become unrecognizable. The aircraft has actually broken into 2 pieces, and the leftovers are now inside this aircraft area. And just a while back, we had this confirmation from Kerala Chief Minister Pinarayi Vijayan that all evacuation and tracing efforts have been completed. They have successfully figured out all the passengers on board. Unfortunately, 19 of them have lost their life, and few more are in critical condition. They are being treated at various hospitals in Kozhikode and Malappuram districts. So that is the latest update that I can bring to you from here. But nevertheless, the officials are not actually going to leave this area until they gather as many evidences as they can. And I'm not really sure if we can just see towards the top end of that area where this aircraft is at the moment. If I can just ask my camera person to show a little towards the top. That is actually the top area. That is actually the runway area, because I'm not really sure how clearly you can see, but still I can actually see from here. This is actually at least some 50 to 60 meters in depth, and the aircrafts usually that are landing in Calicut, it won't even come. That area is that is not used for any kind of operations. Usually the aircrafts which will be approaching the runway either from this side or from the opposite side, there is a safe area where they can actually do the landing, and from there they will be taxiing towards the parking bay or the taxi area. That is a routine thing. But unfortunately, from here what we can see is that the aircraft landed or approached the runway from the other side, and it came all the way across. And just according to the eyewitness accounts, because one person who was actually engaged in rescue, he told that one of the passengers who was in relatively better shape, he said that the aircraft actually touched down once, then they felt that the aircraft was again trying to lift off. We do not really know if the pilot was actually, or the captain was actually trying Gopi, will you stay with me? I'm just going to come in. The reason I'm doing so is because I'm cutting across to M.A. Ganpati, ADG CISF. Appreciate you joining us, sir. Sir, you know, these are COVID times where all these injured are being rushed to hospitals. What more can you tell us right now, sir? You know, it's very difficult to get the details, first of all, because the communication is a bit of a problem because of the rain.
But what I could gather from my men on the ground is that the rescue operations are more or less complete. All the passengers have been taken to the hospitals around Kozhikode, and out of 185 passengers, the casualty figure right now is around 16, but there's a possibility it may go up a little bit because there are a few who are badly injured. Of all the passengers except 2, all the other passengers have suffered some kind of injury in varying degrees. So they're all under proper care and sort of they're being looked after in the local hospitals at the moment. Mr. Ganpati, that's this information that you're giving us is important but heartbreaking at the same time, because you're saying out of 189 plus 6 crew members, only 2 have sustained no injuries. Everyone has sustained injury. Yeah, but some in serious degree, but a large majority, it's not very serious. So I don't think the casualty figure would be very high, but nevertheless, it's a matter of concern that so many people have got injured, and it's been a pretty bad crash. Thank you, sir. Appreciate you joining us at this point of time. Appreciate it. Thank you. The latest there coming in seems to suggest that everyone on board sustained injuries. That is what the CSF ADG just told us. CISF is responsible for the security at airports. I want to cut across back to my colleague Gopi. Gopi, over to you. Well, Preeti, as CISF ADGP was also mentioning, all the people who were actually on board this flight have been located, and unfortunately 19 of them have lost their life. But nevertheless, the remaining people have been shifted to the hospital. But one takeaway point, or one important point, that is actually a huge relief, is that the extent of casualty has remained very low. We actually have the example of the Mangalore accident, and the situations were more or less same in both these areas. Both Mangalore and Calicut are having tabletop runways. Even in Mangalore, the flight shot of the runway, and it actually fell into a valley. And what I believe has actually acted in the advantage is that the sources are telling us that the pilots, they must have assumed, or they must have got a sense that this is not going to be an easy landing, and they seem to have switched off the engines. That could be one reason. Even after falling from such a huge depth, the aircraft did not catch fire. There wasn't any visible smoke. Even in the initial images that we actually got from here when people came here, it actually made it very easier for the people to get inside the aircraft. So that is what we actually experienced during most of the accidents. Whenever there is an air accident, the aircraft, it might just catch fire very easily. So even if there are people who are inside who are not really seriously injured, they might not be in a situation to come out because the rescuers cannot reach there because of the fire. But in this accident, fortunately, that has not happened, and I believe that has acted as a huge advantage, which made very easy for the people to just run into the aircraft, run from all possible openings which were actually available over there. They just ran inside. They started grabbing and dragging people outside the aircraft, and actually I was just speaking to one of the persons. He has actually rescued 37 people, and he was actually pointing out at the fact that every year the Airports Authority of India and this airport in Karipur has been carrying out a mock drill of similar accidents. Because this has been a tabletop airport, they have been conducting a mock drill, and the locals from the area were allowed to take part in the mock drill, and many people were telling me that their experience in handling and working out in that mock drill has really helped in at least taking out or dragging people out from that aircraft. Gopi, it says a lot. It says really a lot about the administration there, because if the locals have participated today because of those mock drills which were conducted, then many lives have been saved. Gopi, I want to come to you for one last time. Would you just get us, get your cameras to pan a bit? Can you actually show us the area where this incident took place? Well, Preeti, right now, as you see in the visual, this is where this aircraft is flying at the moment.
And as you can see in the visual, the aircraft has been split into two. It's not actually equal half. The front portion is actually the area that includes the cockpit and some area close to the cabin use area, because in aircraft in front and back you have the area which will be handled by the cabin crew. And remember, this was actually an Air India Express flight, and there will be a designated cabin area both up front and behind, and that area has broken apart and has been separated from the rest of the aircraft. And we believe this must have come sliding down some 50 meters from the runway, and we were actually experiencing very severe weather over here. And the last available flight data, that is actually an open source data in which we can track the flight path of an aircraft for at least 2-3 days, and that actually shows that the flight has made multiple attempts to land over here, but because of the severe rain they could not really do that, and it actually had to go around one or two times. And I believe it was the third attempt that they finally decided to try out and land. And even as they were landing, the pilot, it seems he must have actually understood that they are not going to run short of the runway, or actually they might just overshoot the runway. And subsequently, this unfortunate incident has happened where the plane, it seems it has glided down towards this valley, which is also in the airport compound. And the reason why I believe it must have glided down is because the aircraft, it has been split into two pieces, but most of the remaining areas remains almost intact. So if it was actually a direct fall, then the impact could have been more severe. It could actually be because of the slide, because there is actually a slope towards this area. Because it has slided down, the impact has actually been minimal. Or else we actually have the examples of many such accidents where the people, at least 80% of the passengers would suffer casualty. But fortunately, nothing of that sort has happened over here at the moment. Right. Appreciate you joining us, Gopi. Thank you. We're going to slip into a quick break, but we're going to get you the very latest on this big tragedy that has taken place at the Kozhikode airport. Thank you for joining us. You are watching India Today. 2 generations, one mesmerizing What was it about badminton? What do you like about this sport? I had so much interest that I never said, not today. For you, she's not an Olympic silver medalist. She's still your little girl. Obviously, for parents, she's a lovely daughter. Ladla, I mean, more riches, or is it about more medals, Sindhu, for you at the end of the day? Getting medals is definitely a big thing because, if you get medals, automatically you will get a lot of money. India Today, India Tomorrow. At these times, only on India Today. Driven by Kia Sonet, wild by design. Co-powered by Vico Vajradanti, Dant Gungunai. The Newsman brings you a brand new show. The biggest news story of the day. Filtering out the noise, giving you a full 360-degree picture. News unlocked. Stories beyond the headlines. With Rajdeep Sardesai. Monday to Friday, 10 p.m. കഴിയുന്നവരുടെ വാക്കുകളിലേക്ക്. ലാൻഡ് ചെയ്ത് പിന്നെ മൊത്തം അങ്ങ് ക്രാഷായി. അത്ര എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ നമ്മൾ അതിന്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയി. വേറെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോ കുറച്ച് സമയം അതിന്റെ ഉള്ളിൽ ഇരുന്നേന്. ഫ്ലൈറ്റ് ചൂടാവുന്നതൊക്കെ അറിയുന്നുണ്ട്. ഇപ്പോഴാണ് മരിച്ചതൊക്കെ അറിയുന്നത്. വേറെ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. താഴേക്ക് വീഴുകയായിരുന്നു ഫ്ലൈറ്റ്, അത് അങ്ങനെ ഫീൽ ചെയ്തു. ലാൻഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്തൊക്കെയോ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു. പൊതുവെ ഫ്ലൈറ്റ് യാത്ര ചെയ്തോണ്ടിരിക്കുമ്പോഴുള്ളൊരു സൗണ്ട് ഒന്നല്ല. അപ്പോഴും ചെറിയ പേടി സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉള്ള പോലെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ ലാൻഡ് ചെയ്തപ്പോ സമാധാനമായി. ലാൻഡ് ചെയ്ത ആ ഫോഴ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ പോയി അത് ക്രാഷായി. അത്ര എനിക്കറിയുള്ളൂ. പിന്നെ താഴോട്ട് വീഴുന്നത് ഫീൽ ചെയ്തോ? എങ്ങനെ അടിച്ച് താഴോട്ട് വീഴുന്നത്? പിന്നെ മൊത്തം അതങ്ങ് എന്തോ ആയിപ്പോയി. ചെറിയ ഗ്യാപ്പിലാണ് നമ്മളൊക്കെ ഉണ്ടായിരുന്നത്. ഏത് ഭാഗത്താണ് ഉണ്ടായിരുന്നത്? ഏറ്റവും ഫ്രണ്ടിലായിരുന്നു ഞാനും മോളും ഒക്കെ ഉള്ളത്. ഉമ്മയുണ്ടായിരുന്നു. ഇങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇതിപ്പം പിന്നീട് കുറെ നേരം അതിന്റെ അകത്ത് കിടക്കേണ്ടി വന്നു? അത്യാവശ്യം കുറച്ചു നേരം കിടന്നിരുന്നു. പിന്നെ കത്തുന്ന മണമൊക്കെ ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ വേഗം കഴിയുന്നതും വേഗം ഏറ്റവും ലാസ്റ്റ് ഞാനാ പുറത്തിറങ്ങിയത്, ഞാനും ഉമ്മയും.
മോളും. ഇപ്പോഴാണ് അറിഞ്ഞത് ബാക്കി മരിച്ചുപോയി എന്നൊക്കെ കാര്യങ്ങളൊന്നും. ഇതിപ്പം നിങ്ങൾ ദുബായിൽ നിന്നാണ് വന്നത്. ഇതിപ്പം ആ സമയത്ത് ആദ്യം 1-2 തവണ ആകാശത്ത് ഇങ്ങനെ വലയം ചെയ്തതിനു ശേഷമാണ് ഇറങ്ങിയത്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു? അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പൊ നമ്മൾ വിചാരിച്ച ക്ലൈമറ്റ് നാട്ടില് ഭയങ്കര മഴയൊക്കെ കാര്യങ്ങളൊക്കെ അല്ല, അതായിരിക്കും 1-2 പ്രാവശ്യം എന്താ പൊങ്ങാനും താഴ്ത്താനൊക്കെ അവര് ചെയ്യുന്ന കണ്ടിരുന്നു. അതിനെ കുറിച്ച് ശരിക്കും അറിയില്ല എങ്ങനെയാ. ഫാത്തിമ. different part of the they landed in the middle of the runway. The passenger is accounted for, and when the final figures come in, then we'll of course have a complete picture. But meanwhile, our hearts go out. 2 teams are going out, one in a few hours time, one shortly, and then another one at 2 o'clock in the morning. We will do a thorough investigation as to how this happened, and all I can share with you is that we will provide all assistance to those who have been affected by this tragedy. There's very good cooperation going on with the state government and all the agencies involved in this. The state government, the NDRF, the Airports Authority, the DGCA, they're all cooperating in this hour of tragedy and challenge. All right, let's cut across right now to SN Pradhan, DG NDRF. He's on the phone line with us. Mr. Pradhan, appreciate you talking to us. We know 2 teams are there right now from the NDRF trying to coordinate rescue efforts. What more can you tell us? Because right now I do believe that every passenger has been extracted from the wreckage. What we have done is after reaching there, the NDRF team has done its search and rescue operation thoroughly, and what we have done is also look at the aircraft and see if anybody is left, any passenger is stuck somewhere. And after doing several rounds of search, in fact, in the last round, we found one lady and one gentleman, stuck to the seats, twisted seats, and they were extricated after some time. And now they are on the way to the hospital. And now my commander on ground tells me that 99% there should not be any more passengers. So they are doing a search. I have told them in any case to carry out some more searches. But then that is not the only ground search in the premises of the entire airport, so that nobody's found injured in the morning or something like that. So I don't want that eventuality to happen. So they are doing a thorough search of the grounds also. And meanwhile, more than 150 people have been taken to the hospital, and the balance of the number has to be tallied thoroughly 1-to-1, so that we know before the night is out that everybody is accounted for. Mr. Pradhan, I'd like to ask you, prima facie, what is it, the count that you've been given? Because at least I believe 19 are confirmed dead right now. All right, we seem to have lost Mr. S.N. Pradhan. We're going to try and reconnect with him, but let's quickly get you up to speed with the very latest that has come in. What we can confirm is that the local MLA, Munir, of the area just spoke to us a short while back, and he said 19 passengers till now have been killed, including both the pilots of the ill-fated Air India Express flight which crashed in Kohikode. The incident happened when flight AXB1344 with over 190 passengers, which include 189 passengers and 6 crew, on board skidded off the runway at Kohikode Karipur Airport moments before falling 30 meters down into the valley, forcing its fuselage to split into 2. Relief operations quickly followed to help the injured, and all injured were rescued from the crash site. The cause of the incident is learned to be low visibility due to torrential rains, coupled with tabletop runway at Karipur Airport. Prime Minister did speak, in fact, to the Chief Minister, Pinarayi Vijayan, assuring all help and prayed for speedy recovery of the injured. All right, let's listen in to the report my colleague Gopi Unnathan filed the minute he reached there. He was the first reporter to be on ground.
Right now we are just outside the Calicut International Airport where this unfortunate incident has happened just a few hours back. I will quickly ask my camera person to just turn into these visuals because these are quite unreal images that you are just getting to see exclusively through India Today. And remember, we are the first national to reach over here to this spot. I will just quickly explain what you're seeing in this visual. This is actually the cockpit of this aircraft which came falling down, which actually dropped from the runway, which actually came down at least 30 meters down into the valley. And you can see this particular cockpit over here. This has actually smashed into the wall. This has actually smashed into the wall of that particular airport. This is actually the outer wall of the airport, and as you can see now inside, that is actually the cockpit where the CISF officials are just trying to recover some important data. So this is quite a surreal image, and I hope you can see inside the remaining portion of that aircraft, because the aircraft unfortunately broke into two pieces. The front half included the cockpit and a few others that just apart from the rest of the body. And what you see behind is actually the remaining portion of that particular aircraft. So quite a surreal image. We, at least I must say that we haven't really seen similar scenes from Kerala. Recently we have actually heard about reports of aircraft slipping off the runway, falling short of the runway, but still now this is an incident where the aircraft has actually gone beyond the runway. We actually technically call it as a overshooting, and because Karipur airport is actually a tabletop airport with a tabletop runway, the aircraft has come down. This is actually an Air India Express flight which was bound from Dubai. And now, as you can see here, the cockpit is actually being inspected by the officials. They're just trying to recover whatever available data they have at the moment. So, as you can see in this visual, quite a tragic incident, quite a dramatic turn of events that has happened over here in Karipur, and yet another tragedy for the people in Kerala. With camera person Tinku Rajshekharan, Gopikrishnan Thiruvananthapuram in Wayanad for India Today. We do not really see any signs of the NDRF over here. So to just give you a perspective of what you're actually seeing in this visual, this is actually the exact spot where this accident has happened. You can see the remains of that flight which is broken in two halves, and around you are actually seeing the local police which is actually coordinating all those tracing activities over here, and alongside them you have the local fire force which